അപ്പോൾ ബേബീസിന്റെ ഐറ്റംസ് എല്ലാം വേണം മുന്നിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഐറ്റംസ് മാത്രമേ ഇവിടെ വെച്ചിട്ടുള്ളൂ. കാര്യം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും സ്പേസേ ഉള്ളൂ. നമുക്ക് ഇത്രയൊന്നും ഒന്ന് പറഞ്ഞു പോയിട്ട് ബാക്കി സാധനങ്ങളെല്ലാം എടുത്ത് അവിടെ ഇട്ടോ. കേട്ടോ, അതെ, ഫുള്ള് സ്കിപ്പ് ചെയ്യാതിരുന്ന് കാണണം എന്തൊക്കെയാണ് ഐറ്റംസ് എന്ന്. അപ്പൊ യെസ്, നമുക്ക് ആദ്യം തന്നെ വേണ്ടത് റിസീവിംഗ് ടവൽ ആണ് കേട്ടോ. റിസീവിംഗ് ടവൽ നമുക്ക് വൈറ്റ് എടുക്കാം, ലൈറ്റ് കളേഴ്സ് നമുക്ക് റിസീവിംഗ് ടവലിനകത്ത് വരുന്നുള്ളൂ. നമ്മുടെ ഷോപ്പിൽ ലൈറ്റ് കളേഴ്സ് വരുന്നത്, അതായത് ബേജ് കളേഴ്സ്, ലൈറ്റ് കളേഴ്സ് ഒക്കെ മാത്രമേ വരുന്നുള്ളൂ. അത് ടെറിയിൽ വരുന്നുണ്ട്, പ്യുവർ കോട്ടൺ വരുന്നുണ്ട്. നമ്മുടെ എല്ലാ ഐറ്റംസും പ്യുവർ കോട്ടൺ ആയിരിക്കും, 100% പ്യുവർ കോട്ടൺ ആയിരിക്കും. അതും ബ്രാൻഡുകൾ മാത്രമേ ഉള്ളൂ. നമ്മൾ പ്രീമിയം ബ്രാൻഡ്സ് ആണ്, എല്ലാം പിള്ളേരുടെ ബ്രാൻഡ്സ് തന്നെയാണ്. നമുക്ക് വേറെ ടവൽസ് എടുത്ത് നമ്മൾ ചെയ്യുന്നില്ല. അത് തുടക്കത്തിൽ പേര് ഇതിലും കുറഞ്ഞിലും ചോദിക്കുന്നുണ്ട്. നമ്മുടെ ഏറ്റവും റേറ്റിനകത്താണെങ്കിലും ക്വാളിറ്റിയിലൊക്കെ ആണെങ്കിലും ഏറ്റവും ബെറ്റർ ആയിട്ടെങ്കിൽ മാത്രമാണ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഞാനൊരു ടവൽ നിങ്ങൾ തുറന്ന് കാണിച്ചു തരാം. ഇതാണ് ടെറി കോട്ടൺ എന്ന് പറയുന്നത് കേട്ടോ. ഇതിൽ പെട്ടെന്ന് വാട്ടർ അബ്സോർവ് ആകും, കുഞ്ഞിന് നല്ല വാമായിട്ടിരിക്കുകയും ചെയ്യുന്നത്. പുറമെ ഇത് 2 കോട്ടൺ ആണ്. ഇത് ടെറിയിൽ വരുന്ന കോട്ടണും ഇത് ഉള്ളിൽ കോട്ടൻ്റെ ഇതുമാണ് വരുന്നത് കേട്ടോ. കാണുന്നുണ്ടോ? അപ്പൊ ഇതിന്റെ വലിപ്പം എൻ്റെ അടുത്ത് എപ്പോഴും ചോദിക്കുന്നത് എത്ര വലിപ്പം ഉണ്ടാവും കുഞ്ഞുങ്ങളുടെ ഐറ്റംസിന്, എത്ര വലിപ്പം ഉണ്ടാവും ഒരു കുഞ്ഞിനെ പുതിയാനുള്ള വലിപ്പം. ഇത് എന്നെ ഇപ്പൊ എനിക്ക് കാണത്തില്ലല്ലോ, ഇത്രയുണ്ട് കേട്ടോ. ഇതാണ് വേണ്ടത്. ഇതാണ് ഒരു ടവലിന്റെ വലിപ്പം. ഇത്രയും തന്നെ എല്ലാ ടവൽസിനും വരത്തുള്ളൂ. പിന്നെ ഇതിലും വലിയ ടവൽസ്, അതായത് ബ്ലാങ്കറ്റ്സ് എന്ന് പറയും, അത് നമുക്ക് പല ടൈപ്പിലാണ്. നമുക്കിപ്പോ പ്രീമിയം ആണോ ഉള്ളത്, അത് നമ്മൾ കാണിച്ചു തരാം കേട്ടോ. ഇങ്ങോട്ട് കാണിച്ചു തരാം. അപ്പൊ ഇതാണ് നമ്മൾ റിസീവിംഗ് ടവൽ വരുന്നത്. അപ്പൊ അതിന്റെ കളേഴ്സ് ഒക്കെയാണ് ഇങ്ങനെ വരുന്നത് കേട്ടോ. ഇതിന്റെ കുറെ പല കളേഴ്സ് ഉണ്ട്, ഓൾറെഡി ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിന്റെ വൈറ്റ് ആണ് ടെറി. ഇത് സെയിം കോട്ടൺ തന്നെ വരുന്ന, ടെറി കോട്ടൺ തന്നെ വരുന്ന വൈറ്റ് റിസീവിംഗ് ടവലാണ് കേട്ടോ. പിന്നെ വേണ്ട ഐറ്റംസ് ആണ് വൈപ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറ്റ് ആയിട്ടുള്ള വാട്ടർ കണ്ടന്റ് അടങ്ങിയ സാധനമാണ് വൈപ്സ്. കാരണം നമുക്കിപ്പോൾ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ വെള്ളം നമുക്ക് എല്ലായിടത്തും അവൈലബിലിറ്റി ഇല്ലായിരിക്കും. കാരണം കുഞ്ഞപ്പിയിടുമ്പോഴോ അല്ലെങ്കിൽ യൂറിൻ പാസ് ചെയ്യുമ്പോഴോ ഒക്കെ നമുക്ക് പാമ്പർ ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് നല്ലപോലെ തുടച്ചു കൊടുക്കാം. വാഷ് ചെയ്ത് കഴിഞ്ഞാലും വീണ്ടും നമുക്ക് ഒന്നും കൂടെ ഒരു സെക്കൻഡ് ഇത് നമുക്ക് എപ്പോഴും കുഞ്ഞുങ്ങളുടെ കാര്യം ന്യൂബോൺസിന് കാര്യങ്ങൾ എടുക്കണം. കാരണം അല്ലെങ്കിൽ പിന്നീട് ഇൻഫെക്ഷൻസ് ആവും, റാഷസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ഒന്നും കൂടെ ക്ലീൻ ചെയ്യാൻ നമുക്ക് ഒരു പേടിയില്ല, നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇത്. പല ബ്രാൻഡിന്റെ ഉണ്ട്. മീമിയുടെ ആണ് ഇത്. 99 വരുന്നുള്ളൂ. നമ്മൾ ഏറ്റവും കൂടുതൽ മീമിയാണ് നമ്മൾ തന്നെ പ്രൊമോട്ട് ചെയ്ത് വിടുന്നത് കേട്ടോ. കാരണം 99 72 പീസസ് ഉണ്ട്. നല്ല വൈബ്സ് ആണ് കേട്ടോ. നമ്മൾ ഉപയോഗിച്ച് വരുന്നിട്ട് ഇത്ര ഉണ്ട്. പിന്നെ വരുന്ന പോപ്പീസിന്റെ ഉണ്ട്, മദസ്പാഷിന്റെ നല്ലതാണ്. ഏറ്റവും കൂടുതൽ ഇതാണ് കേട്ടോ. ഏറ്റവും പ്രീമിയം സാധനമാണ്. 99% വാട്ടർ ആണ്. അത് ഇതിനകത്ത് അറിയാനായിട്ടുണ്ട്. ഇത് വെറുതെ 3/4 കിലോ ഉണ്ട് കേട്ടോ. അത്രയും ഉണ്ട് കേട്ടോ. പിന്നെ പാമ്പേഴ്സിന്റെ വരുന്നുണ്ട്, ലിഡ് ഉള്ള ടൈപ്പിനെല്ലാം. ഇതിന്റെ ഹിമാലയയുടെ ലിഡ് ഉള്ള വരുന്നുണ്ട്. ഇത് പ്യൂർ എന്ന് പറഞ്ഞ ബ്രാൻഡ്, പ്യൂർ നല്ലതാണ്. പിന്നെ സ്മോൾ വണ്ടറിന്റെ ഉണ്ട്, പിന്നെ PG-ന്റെ ഉണ്ട്. ഇത്രയും വൈബ്സിന്റെ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. എല്ലാം ബെറ്റർ തന്നെയാണ്. നമ്മൾ മദസ്പാഷും കൂടുതലും ഹിമാലയ എടുക്കുന്നവരുണ്ട്, കൂടുതൽ പാമ്പോസിന്റെ എടുക്കുന്നവരുണ്ട്, പോപ്പീസ് എടുക്കും. മീമിയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കൊടുത്തു വിടുന്നത് കേട്ടോ. നമ്മള് കണ്ടേറ്റിക്കലിനകത്ത് ആഡ് ചെയ്യുന്ന മീമിയാണ് കൂടുതൽ. പിന്നെ ബേബിക്ക് വേണ്ട അത്യാവശ്യം വേണ്ട ബേബി പ്രൊഡക്റ്റ് ഉള്ളത്, ബേബിക്ക് ആവശ്യം വേണ്ട പൗഡർ, സോപ്പ്, റാഷ് ക്രീം, ബേബി ക്രീം, ഇത് 4 നമ്മൾ തുടക്കത്തിൽ തന്നെ വാങ്ങുവാണെങ്കിൽ നല്ലതായിരിക്കും. ഇതിൽ 2 സാധനം സോപ്പ് വേണേ, സോപ്പ് ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ സോപ്പ് ഫസ്റ്റ് കാണിക്കാം. ബേബിയുടെ സോപ്പാണ് കേട്ടോ. ഇത് ഹിമാലയയുടെ സോപ്പാണ്. പിന്നെ പോപ്പീസിന്റെ ഉണ്ട്, മീമിയുടെ ഉണ്ട്, സെബാമെഡിന്റെ ഉണ്ട്, അതുപോലെ തന്നെ മാക്സി സോഫ്റ്റ്. അതായത് അത്യാവശ്യം പ്രീമിയം കിറ്റ് ഒക്കെ മേടിക്കുന്നവര് 5.5 അത്രയും പറഞ്ഞാൽ തന്നെ ചിലർക്ക് അറിയില്ലായിരിക്കും. അത്രയും പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എല്ലാവർക്കും അറിയാം. അത്രയും നമുക്ക് ബേബിക്ക് വേറൊരു ഇപ്പം ചിലവരുടെ സ്കിന്ന് നമുക്ക് ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് സ്കിന്ന്. അപ്പം എല്ലാവർക്കും സൂട്ടബിൾ ആയി പോകുന്ന തന്നെ ഇതാണ് കേട്ടോ. പീച്ച് അത്രയും ലെവൽ വരുന്നത് കുറച്ച് സോപ്പുകൾക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ ആ ഒരു കാറ്റഗറി വരുന്നതാണ് ആ സോപ്പുകളെല്ലാം. നല്ലതാണ് കേട്ടോ ഉപയോഗിച്ചത്. പിന്നെ പൗഡർ വരുന്നുണ്ട്, മീമിയുടെ പൗഡർ ഉണ്ട്, ഹിമാലയയുടെ ഉണ്ട്, സെബാമെഡിന്റെ. സോപ്പിന്റെ കാര്യമാണെങ്കിൽ പ്രീമിയം കിറ്റിലാണ് കൂടുതൽ സെബാമെഡ് ആണ് പോകുന്നത്. ആ സെബാമെഡിന്റെ കൂട്ടത്തില് അതിനോട് തന്നെ കിടപിടിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ മാക്സി സോഫ്റ്റിന്റെ. ഇത് മാക്സി സോഫ്റ്റ് ഒരു സോപ്പ് മറന്നുപോയി കേട്ടോ. മദസ്പാഷിന്റെ സോപ്പ് കൂടെ ഉണ്ട്. അതുകൊണ്ട് ഇതും മദസ്പാഷ്, ഇതും നല്ലതാണ് കേട്ടോ. pH 5.5 തന്നെയാണ് ബേബി സോപ്പ് മിൽക്ക്. അത് നല്ല സോപ്പാണ് കേട്ടോ. ഈ മാക്സി സോഫ്റ്റ് ആയിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പം നമ്മളെ കൂടുതലും കൊടുത്തുവിടുന്നത്. നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. ഇതിന്റെ പ്രൈസ് 165 ഉള്ളൂ. സെബാമെഡിന്റെ വരുമ്പോൾ ഏകദേശം 300 രൂപ സെയിം ക്വാണ്ടിറ്റിയിൽ വരുന്നുണ്ട് കേട്ടോ. അതാണ്
വ്യത്യാസം കേട്ടോ. വേണ്ടേ 300 രൂപയാണ് കേട്ടോ. പിന്നെ വേണ്ടേ നമ്മൾ ഹിമാലയം അധികം റെഫർ ചെയ്യുന്നില്ല, എന്നാലും ഹിമാലയം നല്ലതാണ്. പോപ്പീസും നല്ലതാണ് കേട്ടോ. പോപ്പീസ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സോപ്പാണ്. പിന്നെ വേണ്ട മീമി ഇതുവരെ നമ്മൾ ഉപയോഗിച്ചിട്ടില്ല കുഞ്ഞ്. ഉണ്ട് പ്രാവശ്യം. അപ്പോൾ ഇനി പരിചയപ്പെടാനുള്ള പൗഡറാണ് കേട്ടോ. പൗഡർ ബ്രാൻഡുകൾ ഇത്രയും ബ്രാൻഡുകളുണ്ട്. സെബാമെഡ് ഉണ്ട്. സെബാമെഡ് പോലെ തന്നെ മാക്സി സോഫ്റ്റ്. സെബാമെഡിൻ്റെ പൗഡറിന് 370 രൂപയാണ്. മാക്സി സോഫ്റ്റിൻ്റെ ആണെങ്കിൽ 125 ഉള്ളൂ. സെയിം ഏകദേശം, അതായത് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇതാണ് കേട്ടോ. മാക്സി സോഫ്റ്റ് ആണ്. എല്ലാവരും ഇത്രയും സോഫ്റ്റ് ആണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഏത് വേണമെന്നുള്ളത്. അതുപോലെ തന്നെ ഹിമാലയ ഉണ്ട്, മീമിയുടെ ഉണ്ട്, പോപ്പീസ് ഉണ്ട്. ഇത്രയും ബ്രാൻഡുകളുണ്ട് കേട്ടോ പൗഡർ. പിന്നെ ഒരു കാര്യമുണ്ട്, പൗഡർ നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും പറയത്തില്ല. അത്യാവശ്യം മുഖത്തൊക്കെ ഒരു സോഫ്റ്റ്നെസ്സിന് വേണ്ടി മാത്രം ഇട്ട് കൊടുക്കാം. കുഞ്ഞുങ്ങൾക്ക് ശ്വസിക്കുന്നിടത്ത് അല്ലെങ്കിൽ കാലിൻ്റെ ഇവിടെയൊക്കെ ആണേലോ കൈയുടെ ഇവിടെയൊക്കെ ആണേലോ അധികം ഇടല്. കാരണം അത് അഴുകി വീണ്ടും പൊട്ടത്തേ ഉള്ളു കേട്ടോ. അതെ. അപ്പം പൗഡർ ഒത്തിരി നല്ലതൊന്നും അല്ല. അപ്പം അത്യാവശ്യം ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ് കേട്ടോ. പിന്നെ ഏറ്റവും മസ്റ്റ് ആയിട്ട് വേണ്ട ഐറ്റം ആണ് റാഷ് ക്രീം. അതിപ്പോ പാമ്പേഴ്സ് യൂസ് ചെയ്താലും യൂസ് ചെയ്തില്ലെങ്കിലും യൂസ് ചെയ്യേണ്ട ഒരു ഐറ്റം ആണ് റാഷ് ക്രീം. ഇതിപ്പോ സെബാമെഡിന്റെ ആണ് റാഷ് ക്രീം. ഇത് ഡേ ബൈ ഡേ സെബാമെഡ് റേറ്റ് കൂടി വരുന്നുണ്ട്. നമ്മൾ തുടങ്ങിയ ടൈമിൽ 470 ആയിരുന്നു, 540 ആയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇത് സ്പ്രേ ആണ് കേട്ടോ. മീമിയുടെ സ്പ്രേ ആണ്. റാഷൊക്കെ വരുന്നോടത്ത് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ഇത് സ്പ്രേ ആണ്. ഇത് പുതുതായിട്ട് ലോഞ്ച് ചെയ്താണ് കേട്ടോ. ഡയപ്പർ റാഷസ് ക്രീം. പിന്നെ ഹിമാലയയുടെ റാഷ് ക്രീം ഉണ്ട്. റാഷ് ക്രീം നല്ലതാണ് കേട്ടോ. നല്ലതാണ്. പിന്നെ മാക്സ് സോഫ്റ്റിന്റെ ആണ് കേട്ടോ. അതെ. അപ്പം ഇതാണ് റാഷ് ക്രീംസ്. ഇത് എന്തായാലും മസ്റ്റ് ആയിട്ടും വേണ്ട ഒരു സാധനമാണ് കേട്ടോ. എന്തായാലും കുഞ്ഞുങ്ങൾക്ക് ജനിക്കുന്ന ആ ഒരു ടൈമിൽ മേടിച്ച് വെക്കേണ്ടതാണ്. റാഷസ് ഉറപ്പായിട്ടും വരാൻ ചാൻസ് ഉണ്ട്. അതിന് മുന്നോടിയായിട്ട് നിങ്ങൾ തേക്കേണ്ട സാധനമാണ് കേട്ടോ. വന്നില്ലെങ്കിലും തേക്കണം. തേച്ച് കൊടുക്കണം. പാമ്പർ ഇടുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഒരു പാൻറ്റീസ് ഇടുന്നതിന് മുന്നേ നമ്മൾ തേച്ച് കൊടുക്കും. ഒരു പാമ്പർ തേച്ച് കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ് കേട്ടോ. പിന്നെ വരുന്നതാണ് ക്രീം വരുന്നത് മാക്സ് സോഫ്റ്റിന്റെ ക്രീം വരുന്നുണ്ട്. ബേബി ക്രീം ആണ് കേട്ടോ. അത് ബേബിയുടെ ഫേസിൽ ഉൾപ്പെടെ ബോഡിയിലാണെങ്കിലും തേക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പിന്നെ സെബാമെഡിന്റെ ക്രീം ഉണ്ട്. പിന്നെ ഹിമാലയയുടെ ക്രീം ഉണ്ട് കേട്ടോ. നമുക്ക് ബാക്കി ബേബി പ്രോഡക്ട്സ് ഒന്നും നമ്മൾ കാണിച്ചിട്ടില്ല. എല്ലാ ഐറ്റംസും ഉണ്ട് ബേബി പ്രോഡക്ട്സ്. ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അതെ, എല്ലാം ഒന്നും കാണിക്കാത്തതാണ്. അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ് കേട്ടോ കാണിക്കുന്നത്. അടുത്ത ഡിറ്റർജൻസ് കേട്ടോ. കുഞ്ഞുങ്ങളുടെ ഇപ്പൊ നിങ്ങള് നമ്മുടെ അടുത്തൊന്നോ അല്ലെങ്കിൽ എവിടുന്ന് സാധനം മേടിച്ചാലും കുഞ്ഞുങ്ങള് ന്യൂ ബോൺ കയ്യിലോട്ട് വന്നു കഴിയുമ്പോൾ അവർ ആദ്യമായിട്ട് ഇടാൻ പോകുന്നതാണ്. എത്ര പേരുടെ കയ്യിലൊക്കെ പോയേക്കുന്ന ഡ്രസ്സുകൾ അല്ലെങ്കിൽ ആരൊക്കെ തയ്ച്ചതാണോ, എവിടെ ഇത് ശരിക്കും വാഷ് ചെയ്തിട്ട് വരുന്നതാണോ എന്നൊന്നും നമുക്ക് യാതൊരു ഉറപ്പുമില്ല. കാരണം കമ്പനികൾ തരുന്ന ഒരു വാഗ്ദാനമാണ് എല്ലാം നല്ല ക്ലീൻ ആയിട്ട് വരുന്നു എന്നുള്ളത്. അതാണ് അല്ലേ. അപ്പൊ നമുക്ക് എന്തായാലും നിങ്ങളെ കാണിച്ചു കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ നിങ്ങളൊന്നും എടുത്ത് നോക്കിയിട്ട് വരുന്നത് പിന്നീട് അത് ഒരാളെ കാണിക്കുമ്പോൾ ഒരാളെ ഇപ്പൊ ഷോപ്പിലാണേലും ഇതിപ്പോ ഒരു 2-3 പേര് വന്ന് കണ്ടിട്ടുണ്ടായിരിക്കും, ഉറപ്പായിട്ടും കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ നമ്മുടെ കാര്യം വരുമ്പോ നമ്മുടെ കുഞ്ഞിന്റെ കാര്യം നമ്മളാ നോക്കേണ്ടത്. അപ്പം എന്ത് സാധനം ന്യൂബോണിന് വേണ്ടി മേടിച്ചാലും അത് ഉറപ്പായിട്ടും വാഷ് ചെയ്തിട്ട് ഉപയോഗിക്കാവുള്ളൂ അല്ലേ. അപ്പം അതിനു വേണ്ടിട്ട് പിന്നെ ഒരു കാര്യമുണ്ട്, നമുക്ക് ഉപയോഗിക്കുന്ന ഡിറ്റർജന്റോ കാര്യങ്ങളോ ഒന്നും കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കല്. അവരുടെ സ്കിന്ന് ഭയങ്കര സോഫ്റ്റ് ആണ്. ചോദിക്കാറുണ്ട് ഡെറ്റോൾ ഉപയോഗിച്ച് വാഷ് ചെയ്യല്. ഡെറ്റോൾ ഉപയോഗിച്ച് വാഷ് ചെയ്യാൻ വേണ്ടിട്ട് ഇന്നത്തെ ഈ ഒരു 2024 ഇനി ആരും പറയില്ല. ഡോക്ടേഴ്സ് ആരും പറയില്ല. പണ്ട് ഡോക്ടേഴ്സ് പോലും പറയുമായിരുന്നു, ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു വിടുന്നു. പണ്ട് ഡെലിവറി കഴിഞ്ഞ ടൈമിലൊക്കെ കുഞ്ഞുങ്ങളുടെ ഡ്രസ്സ് അല്ലെങ്കിൽ ഉമ്മമാരുടെ ഡ്രസ്സ് ഡെറ്റോൾ ഉപയോഗിച്ചിട്ടായിരുന്നു കൊണ്ടുവരുന്നത്. പക്ഷെ ഇപ്പൊ അങ്ങനൊന്നും പറ്റില്ല. കാരണം ഭയങ്കര അപകടമാണ് കേട്ടോ അതൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് വേണ്ടി മാത്രം, അതായത് അവരെ ഭാഷകൾ മാത്രം ഉപയോഗിക്കുന്നതാണ് ബേബി ഡിറ്റർജന്റ് കേട്ടോ. അപ്പൊ ഇത് മദർസ് വാഷിന്റെ ആണ്. ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. പിന്നെ ഇതിന്റെ ബൈ 1 get 1 അത് അങ്ങനെ വരുന്നുണ്ട് കേട്ടോ ബേബി ഡിറ്റർജന്റ് കേട്ടോ. ഏതാണ് കേട്ടോ ഒരെണ്ണം മേടിക്കുമ്പോ ഒരെണ്ണം ഫ്രീ കേട്ടോ. അതിന് വലുതാണ് ഇത്. പിന്നെ മീമിയുടെ വരുന്നുണ്ട്, പോപ്പീസ് വരുന്നുണ്ട്, പിന്നെ ചിക്കോയാണ് കേട്ടോ. ഏറ്റവും നമ്മൾ പറയുന്ന ബ്രാൻഡ് ചിക്കോ ആയിരിക്കും. കാരണം നമ്മൾ ഏറ്റവും ഉപയോഗിച്ച് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്രാൻഡ് ചിക്കോയാണ് ഈ ഒരു ഇതില് കേട്ടോ. അതുപോലെ തന്നെ സ്മെല്ലിന്റെ ഉണ്ട് ചിക്കോയുടെ സാധനം എടുത്ത്. കാരണം ഇപ്പൊ ഡിറ്റർജന്റ് കഴുകി കഴിഞ്ഞിട്ട് നമ്മൾ കംഫർട്ട് ഉപയോഗിക്കത്തില്ലേ, അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ സാധനം ഇത്തിരി മതി. ഇത് ഇത്രയും ഉണ്ട് ക്വാണ്ടിറ്റി. ഈ ഒരു അടുപ്പില്
ഇതില്ലാത്തന്നാണ് കേട്ടോ എടുക്കുന്നത്. ഇത് തുറക്കാൻ മനസ്സിലായി. ഇതിലെ തന്നെ നല്ല സ്മെല്ല്, നല്ല ഡെലിക്കേറ്റഡ് ആയിട്ട്. അപ്പൊ നമുക്ക് അടുത്ത വരുന്നത് നമ്മുടെ ബേബിക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള കെട്ടെടുപ്പാണ് കേട്ടോ. കെട്ടെടുപ്പ് പല വെറൈറ്റി വരുന്നുണ്ട്. എങ്ങനെ വെറൈറ്റി മാറിയാലും കെട്ടായാലും സിബായാലും സിബില്ല, നമുക്ക് പ്രസ് ബട്ടൺ ആണെങ്കിലും ഫുൾ ഓപ്പൺ ആയിട്ട് വരുന്ന ബാക്കി കെട്ടുന്നതാണെങ്കിലും എല്ലാം പ്യുവർ കോട്ടണിലേ വരുന്നുള്ളൂ. 100% കോട്ടൺ ആണ്. ഒത്തിരി പേരെ ഡൗട്ടാണ് കോട്ടൺ ആണെന്നുള്ളത്. കോട്ടൺ ആണ് കേട്ടോ. പിന്നെ നമുക്ക് മുസ്ലിം ക്ലോത്തിൽ വരുന്നുണ്ട്. ഇത് മുസ്ലിം ക്ലോത്തിൽ വരുന്നതാണ് കേട്ടോ. ഇതിൽ പ്രിന്റ് വരുന്നുണ്ട്. അത് ബ്രീത്തബിൾ ആ, കുഞ്ഞിന് കുറച്ചുകൂടെ കംഫർട്ട് ആയിരിക്കും. നമുക്കൊരു ഡൗട്ടുള്ള, പലർക്കും ഡൗട്ട്, അമ്മമാർക്കൊക്കെ ഡൗട്ടുള്ളതാണ്. ഇപ്പം ഗർഭിണി ചേച്ചിമാരുടെ അമ്മമാരൊക്കെ വരുമ്പോൾ കുഞ്ഞിന്റെ ദേഹത്ത് മസ്ലിൻ ക്ലോത്ത് ആകുമ്പോൾ കുത്തിക്കൊള്ളുവോ, അത് ഇത്തിരി ഇത് റഫായിട്ട് ഇരിക്കുന്ന പോലെ ഇരിക്കുമല്ലോ, പക്ഷെ അത് ഭയങ്കര സോഫ്റ്റ് ആണ് ശരിക്കും പറഞ്ഞാല്. കാരണം നല്ല ബ്രീത്തബിൾ ആണ്, കുഞ്ഞിന് നല്ല ഇതായിരിക്കും കേട്ടോ, നല്ല കംഫർട്ട് ആയിരിക്കും മസ്ലിൻ ക്ലോത്ത്. അത് ഉപയോഗിച്ച് നോക്കുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ അല്ലേ. ഇതിൽ പ്രസ് ബട്ടൺ വരുന്നുണ്ട്, പിന്നെ കെട്ടുള്ളത് കണ്ടോ ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ ഇങ്ങനെ നോട്ട് വരുന്നതൊക്കെ ഉണ്ട്. നമുക്ക് പെട്ടെന്ന് ഏറ്റവും കൂടുതൽ റണ്ണിങ് ആ ഐറ്റം ആണ്. നമുക്ക് എപ്പോഴും 2-3 ഐറ്റംസ് സ്റ്റോക്ക് ഔട്ട് ആയിട്ടിരിക്കുകയാണ്. അതെ, അതാണ് കെട്ടെടുപ്പ് വരുന്ന അങ്ങനെയാണ്. പിന്നെ വരുന്നതാണ് നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും കൂടുതൽ കുഞ്ഞിനെ വാമായിട്ട് വെക്കാനായിട്ട് ആവശ്യമുള്ള ഏറ്റവും ആവശ്യമായിട്ടുള്ള സാധനമാണ് ഫുൾ കവറിംഗ് ആയിട്ടുള്ള ഒരു ഹാഫ് വരെ വരും. അതെ, ബാക്കി പിന്നീട് നമ്മൾ മിറ്റൻ ഇട്ടിട്ടും കാര്യമില്ല. വീണ്ടും പിന്നെയും ഒരു നമ്മൾ ടവല് പൊതിന് മുന്നേ ഡ്രസ്സാണ് റോംബർ എന്ന് പറയുന്നത്. ഫുൾ ഇത് കണ്ടോ, ഇതാണ് റോംബർ. ഇങ്ങനെ ഫുൾ ആയിട്ട് കവർ ചെയ്യും ബോഡി സ്യൂട്ട്. അതെ, ഇത് 2 പീസ് വരുന്നുണ്ട്. ഇങ്ങനെ 2 പീസ് ആയിട്ട് വരുന്നുണ്ട്. പല കളേഴ്സ് ഉണ്ട്. പിന്നെ 3 പീസ് ആയിട്ട് വരുന്നുണ്ട്. ഇതെല്ലാം 1 to 3, 3 to 6, 0 to 1, 1 to 3, 3 to 6. അതിൽ ഏതെടുത്താലും നല്ല ഒരുപാട് വെറൈറ്റീസ് പുറകെ ഇരിപ്പുണ്ട് കേട്ടോ, എടുത്ത് വെക്കാത്തതാണ്. പിന്നെ വരുന്നത് വൺസി. നമുക്കിപ്പോ കുഞ്ഞിനെ പുറത്തോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇവിടോട്ട് ഇങ്ങനെ പോകുമ്പം കുറച്ച് നല്ല ഡ്രസ്സായിട്ട് ഇടണം. എന്നാ പെട്ടെന്ന് കുറവായിരിക്കണം. അതുപോലെ തന്നെ പാമ്പറൊക്കെ പെട്ടെന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റണം. അല്ല ഇപ്പൊ നമ്മൾ അല്ലാതെ യൂസ് ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റിയ ഡ്രസ്സാണ് വൺസി. ഇതിനാണ് വൺസി എന്ന് പറയുന്നത്. അടിയില് പ്രസ് ബട്ടൺ ആയിരിക്കും, ഓപ്പൺ ആയിരിക്കും. ഇതിപ്പോ 3 പീസാണ്. 3 ക്യൂട്ടായിട്ടുള്ള. നമുക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇത് മേടിക്കാട്ടെ. നല്ല സൂപ്പർ സാധനമാണ്. മെറ്റീരിയൽ വൈസും കുഞ്ഞ് നല്ല കംഫർട്ട് ആയിരിക്കും. നല്ല രസമാണ് കേട്ടോ. അപ്പൊ അതാണ്, അതും ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അവിടെ ഇവിടെയൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്, ഫ്രണ്ടിലൊക്കെ വെച്ചിട്ടുണ്ട്. അത് 3 to 6 വരെ വരുന്നുണ്ട്. പിന്നെ വരുന്നതാണ് പാമ്പേഴ്സ്. മസ്റ്റ് ആയിട്ട് നമുക്ക് അകത്ത് കൊടുക്കേണ്ടതാണ്. ഇത് രണ്ടും നിങ്ങൾ വാങ്ങിക്കുന്നത് മസ്റ്റ് പേ ആയിരിക്കും. കാരണം ഈ ഒരു പാക്കറ്റ് നമ്മൾ ഹോസ്പിറ്റലിൽ കൊടുക്കണം. ടവല് പ്ലസ് കെട്ടുടുപ്പ്. പിന്നെ ഇത് നമ്മുടെ കയ്യിൽ വെക്കണം. ചിലപ്പോൾ ഇതോടുകൂടി നമുക്ക് വീണ്ടും അവർ നമുക്ക് എത്ര ദിവസം കിടക്കുന്നതിനനുസരിച്ചായിരിക്കും നമ്മൾ പാമ്പേഴ്സ് അങ്ങോട്ട് വാങ്ങിച്ചു കൊടുക്കേണ്ട ആവശ്യം വരുന്നത്. അപ്പൊ അതിനനുസരിച്ച് വാങ്ങിക്കണം. പിന്നെ നമുക്ക് കുഞ്ഞ് നമ്മുടെ അടുത്ത് വരുമ്പോൾ നമുക്ക് മാറണമെങ്കിൽ പാമ്പേഴ്സ് നമ്മുടെ 1099 വലിയ പാക്ക് ഉണ്ട് കേട്ടോ. അത് നാളെ നമുക്ക് വരത്തുള്ളൂ. ഇപ്പൊ 72 അതെ, അപ്പം പാമ്പേഴ്സും മസ്റ്റ് സാധനമാണേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിരുന്നല്ലോ, നമ്മള് ഇത് മിറ്റൻ ബൂട്ടിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇതാണ് മിറ്റനും ബൂട്ടിയോട് വരുന്ന സെറ്റ് ആണ് കേട്ടോ. ഇത് മിറ്റൻ, ഇത് ബൂട്ടി. അതെ, കാലിലും കയ്യിലും ഇടുന്ന പോലെ സെറ്റ് ആണ് കേട്ടോ. മിറ്റൻസ് മാത്രം ബൂട്ടീസ് ആയിട്ട് യൂസ് ചെയ്യാം. അതുപോലത്തെ ടൈപ്പാണ് കേട്ടോ. നമുക്ക് കാലിലും കയറ്റിയിടാൻ പറ്റും, കയ്യിലും ഉപയോഗിക്കാൻ. സെറ്റ് ആയിട്ട് 3 പീസ് ആയിട്ട് സെറ്റ് വരുന്നതാണ് കേട്ടോ. അതെ, അത് നമുക്ക് ഇഷ്ടമുള്ള വെറൈറ്റി കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. അതാണ് മിറ്റനും ബൂട്ടി. കിട്ടുന്ന ടൈപ്പ് ഒക്കെയാണ്. അതെ, പിന്നെ ഏറ്റവും മസ്റ്റ് ആയിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്ന സാധനമാണ് ബാത്ത് ടവൽ കേട്ടോ. ബാത്ത് ടവൽ ഇങ്ങനെ അടുങ്ങി കിടപ്പുണ്ട് കേട്ടോ. അതായത് ബാത്ത് ടവല് ടെറി കോട്ടണിൽ വരുന്ന നമ്മുടെ ബെസ്റ്റ് സെല്ലിംഗ് ഐറ്റം. ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് മനസ്സിന്. കാരണം അത്ര ഉപയോഗിച്ച് നോക്കിയവർക്ക് എല്ലാവർക്കും അത്ര ഇഷ്ടം. നമ്മൾ അത്രയും പറയുന്നതുകൊണ്ട് 2-3 ബിസേജാണ് എടുത്ത്. അവർക്ക് എല്ലാവർക്കും തിരിച്ച് ബസ്സേക്കണോ അത്രയും നന്ദിയോടുകൂടി നമുക്ക് ബസ്സേക്കുന്നത്. ഈ ഒരു ഐറ്റം നിങ്ങൾ കാണിച്ചത് നന്നായി. ഇതുവരെ മെഷീൻ വാഷ് ചെയ്തു, കയ്യിലോണ്ട് കഴുകി, ഇതുവരെ കളർ ഫെയ്ഡ് ആവുകയോ തുണിയൊന്നും അതായത് നൂല് വലിയുകയോ വേറെ ഒരു പ്രശ്നമൊന്നും വന്നിട്ടില്ല. അത്രയും നല്ല ഐറ്റമാണ്. വെള്ളം പെട്ടെന്ന് അബ്സോർവ് ആകും. അതുകൊണ്ട് ബേബിക്കും അമ്മയ്ക്കും വാങ്ങിക്കും നല്ലതായിരിക്കും. ഒരെണ്ണം വാങ്ങിക്കാൻ പറ്റും, ഒരെണ്ണം മതി. അച്ഛന് ഈ ഗ്രീൻ ഉണ്ട്, എനിക്ക് ഇപ്പോഴും ഉണ്ട്, ഭാവിക്ക് വയലറ്റ് ഉണ്ട്, ബ്ലൂ ഉണ്ട്. അപ്പൊ ഇത് നല്ലതായിട്ട് വെള്ളം അബ്സോർവ് ചെയ്യും. നമ്മളിപ്പോ നമ്മുടെ തല തന്നെ തോർത്തുവാണെങ്കിൽ നമുക്കത് ഫീൽ ചെയ്യാൻ വേണ്ടി മനസ്സിലാവും കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞേക്ക് അയച്ചു തന്നേക്കാം കേട്ടോ. ഇത് ഒരു പീസായിട്ടാണെങ്കിൽ അങ്ങനെ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പം
ബാക്കി ഐറ്റംസ് കാണാം. യെസ്. അപ്പോൾ ന്യൂ ബോൺ ബേബിയുടെ അടുത്ത സെക്ഷൻ നമ്മൾ വെച്ചിട്ടുണ്ട്. അത് കംപ്ലീറ്റ് ആയിട്ടില്ല, ഇനിയും ഉണ്ട് ഐറ്റംസ്. അപ്പം നമുക്ക് തുടങ്ങാം. യെസ്. അപ്പൊ അടുത്ത് വരുന്നത് റീയൂസബിൾ അഡ്ജസ്റ്റബിൾ ഡൈപ്പർ ആണ് കേട്ടോ. ഇത് കോട്ടൺ തന്നെയാണ്. ഇതിന്റെ കൂടെ പാഡും കൂടെ വരുന്നുണ്ട്. അഡ്ജസ്റ്റബിൾ ഡൈപ്പറും പാഡും കൂടെ വരുന്നത്. അതിന്റെ തന്നെ വേറെ ബ്രാൻഡാണ് കേട്ടോ ഇത്. ഇതിന്റെ കൂടെയും പാഡ് വരുന്നുണ്ട് കേട്ടോ. നമുക്ക് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. കളേഴ്സ് ഒക്കെ ഇതൊരു 2 years വരെ നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ ഇതെന്ന് വെച്ചാൽ സ്മോൾ ആണ്, സൈസ് ഉണ്ട്. 3 to 6 kg ആണ് ന്യൂ ബോണിന്റെ ആ ഒരു സൈസ് വരുന്നത് കേട്ടോ. പിന്നെ വരുന്നത് ഡ്രൈ ഷീറ്റ് ആണ് കേട്ടോ. ബെഡ് പ്രൊട്ടക്ടർ എന്ന് പറയും. ഡ്രൈ ഷീറ്റ് അതിപ്പോ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉള്ള സാധനമാണ്. ബെഡ് പ്രൊട്ടക്ടറും ഈ റബ്ബർ ഷീറ്റും തമ്മിൽ മാറിപ്പോകാറുണ്ട്. റബ്ബർ ഷീറ്റ് എന്ന് വെച്ചാൽ നമുക്ക് കുളിപ്പിക്കുമ്പോൾ ഉപയോഗിക്കുന്ന നല്ല പ്യുവർ റബ്ബർ ആയിട്ടുള്ള ഷീറ്റാണ്. അത് നല്ല സൈസിലാണ് വരുന്നത്. കുഞ്ഞിനെ എണ്ണ തേച്ചിട്ടും ഒക്കെ കിടത്താനായിട്ടും ഒക്കെ ഉപയോഗിക്കുന്നതാണ് കേട്ടോ. ഇത് ബെഡ് പ്രൊട്ടക്ടർ എന്ന് പറഞ്ഞാൽ കുഞ്ഞിന്റെ യൂറിൻ ബെഡിലോട്ട് ഇറങ്ങാതെ ഇരിക്കാനായിട്ട് അതിനടിയിൽ ഒരു റബ്ബർ കോട്ടിങ് വരുന്നുണ്ട്. അത് അത്യാവശ്യം നല്ലപോലെ അബ്സോർവും ചെയ്യും. ഒരു 2 ദിവസം കൂടുമ്പോൾ അത് വാഷ് ചെയ്ത് ഇടുക. നല്ലപോലെ വാഷ് ചെയ്ത്, ഇപ്പൊ നമ്മൾ തുടക്കത്തിൽ കാണിച്ചല്ലോ ഡിറ്റർജന്റ്, അതിട്ട് തന്നെ വാഷ് ചെയ്ത് ഉപയോഗിക്കാം. നമുക്ക് റീയൂസ് ചെയ്യാം. അതെ അതെ. യെസ്. പിന്നെ വരുന്നത് അമ്മയ്ക്കുള്ള 2 ഐറ്റംസ് കാണിച്ചു തരാം. നമ്മൾ ഇതുവരെ നമ്മൾ കാണിച്ചിട്ടില്ല. നമ്മൾ എപ്പോഴും മറന്നു പോവും, കാണിക്കാൻ മറന്നു പോവും. വരുന്ന ഐറ്റം ആണ് നമ്മുടെ മറ്റേണിറ്റി ആങ്കിൾ ലെങ്ത് ലെഗിൻസ്. അത് ഗർഭിണിയായിട്ടിരിക്കുമ്പോൾ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. ഇത് ലെഗിൻസ് വരുന്നുണ്ട് കേട്ടോ. സൈസ് വരുന്നുണ്ട് ഇതിനനുസരിച്ച്. അതായത് ആ വയറിന്റെ അവിടെ വരുമ്പോഴത്തേക്കും നല്ല ഇലാസ്റ്റിക് ആയിട്ട് നല്ല കംഫർട്ട് ആയിട്ട് കിടക്കാൻ വേണ്ടി കുഞ്ഞിന് ഒരു ഡിസ്റ്റർബൻസും ഉണ്ടാവാത്ത രീതിയിലുള്ള ഒരു നമ്മൾക്കിപ്പം ഡ്രസ് ഇട്ട് ലെഗിൻസ് വേണമല്ലോ. നമുക്ക് അമ്മമാർക്ക് വേണ്ടി മാത്രം ഇറക്കിയേക്കുന്ന മറ്റേണിറ്റിയിൽ വരുന്ന ലെഗിൻസ് ആണ് കേട്ടോ. പിന്നെ ആ ഒരു ടൈമിൽ ഉപയോഗിക്കുന്ന പാൻറ്റീസ് ആണ് കേട്ടോ. ഇത് മറ്റേണിറ്റി പാൻറ്റീസ് ആണ്. ഇങ്ങനെയാണ് കേട്ടോ പാൻറ്റീസ് വരുന്നത്. വാനിന് മേളിൽ വരെ ഇടാൻ പറ്റും. നമുക്ക് മറ്റത് ഒരു ഡിസ്കംഫർട്ടിലായിരിക്കും. ഇതാണ് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി. ഇത് പോമീസ് എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. നിങ്ങൾക്ക് അറിയാലോ, പോപ്പീസ് അറിയാലോ. അവരുടെ തന്നെ മറ്റേണിറ്റി ബ്രാൻഡാണ് പോമീസ്. അപ്പൊ ആ ബ്രാൻഡിന്റെ ആണ് കേട്ടോ. പിന്നെ വരുന്നത് ബേബി ബഡ്സുകളാണ് കേട്ടോ. ബേബി ബഡ്സ് 2 ടൈപ്പ് ഉണ്ട്. അതായത് ഈ അറ്റത്ത് വന്നിട്ട് ഒരു ബബിള് പോലെ ഇരിക്കുന്ന എന്നാന്ന് വെച്ചാൽ കുഞ്ഞിന്റെ ചെവിയിലോട്ട് ഫുള്ളായിട്ട് കയറി പോകാതെ ഇതിന്റെ ഈ ഒരു അറ്റം മാത്രം കയറിപ്പോയിട്ട് നമ്മൾ തിരിക്കുമ്പോൾ അഴുക്കാവും. കാരണം ഫുൾ അകത്തോട്ട് തള്ളി കയറുമ്പോൾ കുഞ്ഞുങ്ങളുടെ ഡയഫ്രത്തിനൊക്കെ പ്രശ്നങ്ങളൊക്കെ പറ്റാം. അതുകൊണ്ട് സേഫ്റ്റിയുടെ കാര്യത്തിൽ ഇതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള നല്ല ബഡ്സ്. ഇത് തന്നെയാണ് കേട്ടോ. ന്യൂ ബോണിന് മസ്റ്റ് ആയിട്ടും ഇത് തന്നെയാണ് ഉപയോഗിക്കേണ്ടത് കേട്ടോ. ഇതിനെക്കുറിച്ച് അറിയത്തില്ലാത്തവർ ആണ് കേട്ടോ പ്രശ്നം. ഇതിപ്പം ഇവിടെ എല്ലായിടത്തും അവൈലബിൾ ആണ്. ഈ ടൈപ്പ് ബഡ്സേ കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കാവുള്ളൂ. ഇതാണ്ട് ഈ ടൈപ്പും ഇത് ന്യൂ ബോണിൻ്റെ തന്നെയാണ്. പക്ഷേ ഇത് നമ്മൾ കുറച്ചുകൂടെ സേഫ്റ്റി നമുക്ക് കുറവായിരിക്കും. നോർമൽ നമുക്കൊക്കെ ഉപയോഗിക്കാം. കുഞ്ഞുങ്ങൾക്ക് മസ്റ്റായിട്ടും ഈ ഒരു ബബിൾ ടൈപ്പ് തന്നെ ഉപയോഗിക്കാം കേട്ടോ. യെസ്. പിന്നെ വരുന്നത് കുഞ്ഞിന്റെ ഗ്രൂമിങ് സെറ്റ് ആണ് കേട്ടോ. ഗ്രൂമിങ് കിറ്റിനകത്ത് ഇതിനകത്ത് വരുന്ന ഈ ഒരു സെറ്റിനകത്ത് വരുന്നത് ബ്രഷ്, 2 ടൈപ്പ് ഓഫ് ബ്രഷ് ആഡഡ് ആണ്. അതുപോലെ തന്നെ ഗ്രൂമിങ്ങിന് ആവശ്യമായിട്ടുള്ള നെയിൽ കട്ടേഴ്സും സിസേഴ്സും ഒക്കെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇതിനോട് ബ്രഷ് അല്ലാതെ ബാക്കി എല്ലാം കൂടെ വരുന്ന ക്യാപ്സൂൾ ഷേപ്പിൽ വരുന്ന ഗ്രൂമിങ് കിറ്റ് ആണ് കേട്ടോ ഇത്. ഇതിന്റെ കൂടെ ഇങ്ങനെ കുഞ്ഞ് സിസറും നെയിൽ കട്ടർ തന്നെയാണ് കേട്ടോ. ഇത് ഈ സിസേഴ്സ് എല്ലാവരും ചോദിക്കും ഇത് എന്തിനൊക്കെ അത്രയും എന്തിനാന്ന് ചോദിക്കും. അത് നെയിൽ കട്ടറാണ്. നെയിൽ കട്ടറാണ്. നെയിൽ ഒരു നമ്മളവർക്ക് മുറിയില്ല, ഒരിക്കലും മുറിയില്ല. നമുക്ക് ഏറ്റവും സേഫ്റ്റി ആയിട്ട് കുഞ്ഞുങ്ങൾക്ക് കട്ട് ചെയ്യാനായിട്ടുള്ള ഏറ്റവും മാർഗം ഇതാണ് കേട്ടോ. ഇങ്ങനെയാണ് ചിലപ്പോൾ മനസ്സിലാവുന്നുണ്ടോ. ഇതുണ്ട്, ഇതിന്റെ അറ്റം കാണുമ്പോൾ മനസ്സിലാവും. നമ്മുടെ കൈ ഒരിക്കലും മുറിയല്ല കേട്ടോ. അതുപോലെ തന്നെ ചെറിയൊരു പ്ലക്കർ, പിന്നെ ന്യൂ ബോണിന്റെ ഒക്കെ കൈ ഷേപ്പ് ചെയ്ത് വിടാനായിട്ടുള്ള ഒരു പോളിഷനർ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ആ കൂട്ടത്തിൽ വരുന്നതാണ് ഇലക്ട്രിക് മാനിക്യൂർ സെറ്റ്. വേണ്ടേ, രണ്ടും 2 വെറൈറ്റി ആണ്. ഇത് ഇത്തിരിയുടെ വില കുറഞ്ഞത്, ഇത് ഇത്തിരിയുടെ കൂടിയത്. അതായത് രണ്ടും 2 സാധനമാണ്. ഇത് ഇത്തിരിയുടെ പവർ ഉണ്ട്. അങ്ങനെ ആ ഒരു വ്യത്യാസം. അതെ. അപ്പം നല്ല ക്യൂട്ടായിട്ടുള്ള സാധനമാണ് കേട്ടോ. ഇത് പോളിഷ് ചെയ്ത് ഇങ്ങനെ എടുക്കാം. ചെറിയൊരു സൗണ്ട് നമ്മുടെ ആ കുഞ്ഞുങ്ങൾക്ക് ഇതാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇത് ഇത്തിരിയുടെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സാധനമാണ് ഇത്. യെസ്. പിന്നെ വരുന്നത് ക്യാപ്പ് ആണ് കേട്ടോ. ഇതിന് ക്യാപ്പ് സെറ്റ് വരുന്നുണ്ട്, ക്യാപ്പ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. ക്യാപ്പ് സെറ്റിനകത്ത് വരുന്നത് ക്യാപ്പ് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള നിറ്റിന് കൂടി ഒരു സെറ്റോടെ വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ വരും ക്യാപ്പ് സെറ്റ്. ഇതിന് നെറ്റിലായിട്ട് വരുന്നത് കൊണ്ട് ഇങ്ങനെയാണ് ഒരു സെറ്റ് ക്യാപ്പ് സെറ്റ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ഫേസ് ടവൽ ആണ് കേട്ടോ. ബേബിക്ക് വർക്ക് ചെയ്യുന്ന ടൈമിലൊക്കെ എന്തെങ്കിലും വെള്ളമായാലും അല്ലെങ്കിൽ പാലൊക്കെ വീണ് കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞിന്റെ മുഖം അത്ര നേർത്തതാണ്. അപ്പൊ അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ടവലാണ്. ടവൽസ് ആണ് ചെറിയ, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ടവൽസിൽ അതിലും കുറച്ചുകൂടി ചെറുതായിട്ടുള്ള ഫേസ് നാപ്കിൻ എന്ന് പറയും കേട്ടോ. ബേബി നാപ്കിൻസ് എന്ന് പറയും. ചെറിയതായതുകൊണ്ട് പെട്ടെന്ന് അബ്സോർബ് ആവും കേട്ടോ. ഇത് 6 പീസ് ആണ് ഒരു പാക്കറ്റ് വരുന്നത്. അതെ അതെ.
പിന്നെ വരുന്നത് കുഞ്ഞിന്റെ സോപ്പ്. ഇപ്പം പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ സോപ്പ് ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് പുറമെ ഇവിടെ വെക്കാൻ പറ്റില്ല. അപ്പൊ സോപ്പ് ബോക്സസ് ആണ് കേട്ടോ. ഇത് സോപ്പ് ബോക്സ് ആണ്. ഇവിടെ വരുന്നവരാരും കാണുമ്പോൾ അപ്പൊ തന്നെ വാങ്ങിച്ചിട്ട് പോകും. എനിക്ക് തോന്നുന്നു അവർക്ക് തന്നെ വാങ്ങിച്ചിട്ട് പോകുന്നുണ്ട്. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ബോക്സസ് ആണ് കേട്ടോ. ഇത് സോപ്പ് കുട്ടിയാണ് കേട്ടോ. പിന്നെ ഏറ്റവും മസ്റ്റ് ആയിട്ടുള്ള ഐറ്റം ഇത് അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. നിങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഇത് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫീഡിങ് ഗൗൺ എന്ന് പറയും കേട്ടോ. അപ്പം ഇതിങ്ങനെ പല കളേഴ്സ് വരുന്നുണ്ട്. അപ്പം ഇങ്ങനെയാണ് ഇത് വരുന്നത്. നമുക്കിങ്ങനെ മേളിൽ കൂടെ ഞാനിപ്പോൾ ഇട്ട് കാണിക്കുന്നില്ല. അതിങ്ങനെ മേളിൽ കൂടെ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ ഏപ്രിൽ ഇടുന്ന പോലെ തന്നെ എടുത്തിട്ടാൽ മതി. നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെ നമുക്ക് മടിക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു ഡ്രസ്സിൻ്റെ പുറത്തോട് നേരെ ഇട്ട് കഴിഞ്ഞ് ഇപ്പോൾ ഫ്ലൈറ്റിലാണെങ്കിലും ട്രാവലിലാണെങ്കിലും എവിടെയെങ്കിലും ഒരു ബസ് സ്റ്റാൻഡിൽ ഇരുന്ന് ഫീഡ് ചെയ്യണമെങ്കിൽ പോലും നമുക്ക് ഭയക്കാതെ തന്നെ ഇരുന്ന് കൊടുക്കാൻ വേണ്ടി പറ്റും. ഇന്നത്തെ ഒരു കാലത്തൊന്നും അതിന്റെ ഒരു ഇതില്ല. പക്ഷെ ഇത് യൂസ് ചെയ്യാൻ നമുക്ക് മടിയുള്ളൊരു അമ്മമാർക്ക് നമുക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യം. അതെ, ഒത്തിരി പേര് വാങ്ങിക്കാറുണ്ട്. ഹാപ്പി കിഡ് ബ്രാൻഡിന്റെ ആണ് കേട്ടോ. അപ്പൊ നെക്സ്റ്റ് വരുന്ന ഐറ്റം ആണ് പൗഡർ പഫ്. പൗഡർ വാങ്ങിച്ച് വെച്ചിട്ട് കാര്യമില്ലല്ലോ. നമുക്കത് പൗഡർ ഇട്ട് വെച്ച് നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിന് യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റമാണ് കേട്ടോ. പണ്ട് തൊട്ട് എല്ലാവരും യൂസ് ചെയ്ത് വരുന്നതാണ് പൗഡർ പഫ്. അതിലിട്ടിട്ടായിരിക്കും നമ്മളൊരു ആ കുഞ്ഞ് സോഫ്റ്റ് ആയിട്ടുള്ളത് വെച്ചിട്ട് കുഞ്ഞിന്റെ മുഖത്ത് ഇടുന്നത്, ഡാബ് ചെയ്തിടുന്നത് കേട്ടോ. അതിപ്പം പൗഡർ പഫ് 2 കമ്പനിയുടെ ആണ് കേട്ടോ. നമുക്ക് മംലവ്ന്നിന്റെ പറഞ്ഞ കമ്പനി, സ്മോൾ വൺ രണ്ടേ ഉള്ളു കേട്ടോ. കളേഴ്സ് വരുന്നുണ്ട്. ഇങ്ങനെ ലൈറ്റ് കളേഴ്സ് ഒക്കെ നമ്മൾ നമ്മുടെ ഇഷ്ടം കളറൊക്കെ ചൂസ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നതാണ് ബേബി ന്യൂ ബോണിന്റെ തന്നെ ഡ്രസ്സ്. ഇത് 0 to 1 ഡ്രസ് ആണ് കേട്ടോ. ഈ സൈഡിൽ കഴിഞ്ഞാൽ ഒരെണ്ണം ഓപ്പൺ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. എനിക്ക് എന്താണെന്ന് മനസ്സിലാവില്ല. ഇങ്ങനെ ഇതിങ്ങനെ ഇത് കണ്ടോ, ഇതിങ്ങനെ ഓപ്പൺ ആണ് കേട്ടോ. ഇതിങ്ങനെ ജസ്റ്റ് നമുക്ക് ഇവിടെ കെട്ടി വെക്കാം. അതിന്റെ കുഞ്ഞിക്ക നിക്കർ. ഇത് ഇത്രയും വലിപ്പം വേണം. ന്യൂബോൺ എന്തിന്റെ കാണണം. പാമ്പേഴ്സ് ഇട്ടാൽ അല്ലെങ്കിൽ ഇപ്പൊ തുണിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതിൽ ഈ ഒരു വലിപ്പം വേണം, അല്ലെങ്കിൽ ഇറുങ്ങിയിരിക്കും കേട്ടോ. അപ്പൊ ഇതാണ് 6 സൈസ് വരുന്ന ഡ്രസ്സ്. അതിന്റെ കളേഴ്സ് ഉണ്ട്. ആ ഒരു മോഡല്. പിന്നെ ഉള്ള മോഡല് ഫുൾ കൈ വന്നിട്ട് പാൻറ്റോടുകൂടി വരുന്നതൊക്കെ ഉണ്ട്. ഇങ്ങനെ വരും സെറ്റ് ഫുൾ കൈ ആയിട്ട്. ബൂട്ടി ലെഗിൻസ് ആയിട്ട് വരുന്നത് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ. ഇത് ബൂട്ടി ലെഗിൻസ് ഉണ്ടോ. നമ്മളെ മിറ്റൻ ബൂട്ടി ഇടുന്ന പകരമായിട്ട് ഇടുന്ന റേറ്റ് 299 ഒക്കെ വരത്തുള്ളൂ കേട്ടോ. എത്ര വരുന്നത് 299 ഒക്കെ പ്രൈസ് വരുന്നുള്ളൂ കേട്ടോ. ഇത് 369. അത് കുറച്ചുകൂടെ മെറ്റീരിയൽ വ്യത്യാസമുണ്ട് രണ്ടും ഇതാ. അപ്പൊ ഇതിങ്ങനെ കളേഴ്സ് ഇങ്ങനെ അവൈലബിൾ ആണ് കേട്ടോ. പിങ്ക്, ലൈറ്റ്, ഇതൊക്കെ നമുക്ക് ഓപ്ഷനിലാണ് കേട്ടോ. നമുക്ക് മേടിക്കണമെങ്കിൽ മേടിക്കാം. കാരണം വീട്ടില് ഡെയിലി യൂസിന് ഏറ്റവും ബെറ്റർ ആണ് കേട്ടോ. പിന്നെ വരുന്നത് യു ഷേപ്പ് നാപ്പീസ് ആണ് കേട്ടോ. ഇതിന്റെ തന്നെ വി ഷേപ്പും ഉണ്ട്. ഇത് യു ഷേപ്പ് നാപ്പിയാണ്. നമ്മൾ പല പ്രാവശ്യം കാണിച്ചിട്ടുണ്ട്. പ്യൂർ കോട്ടൺ നമ്മൾ തുണി വാങ്ങിച്ച് കെട്ടത്തില്ലേ, അതുപോലെ തന്നെ കിട്ടുന്നതാണ് കേട്ടോ. ഇങ്ങനെ നമുക്ക് കെട്ടുന്നതിന് പകരം പാമ്പേഴ്സിന് പകരമായിട്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. ഇങ്ങനെയാണ് പല വെറൈറ്റീസും പുറകിൽ ഇരിപ്പുണ്ട് കേട്ടോ. വി ഷേപ്പിൽ വരുന്നതൊക്കെ ഉണ്ട്. പിന്നെ ചെറിയ സൈസ് വരുന്നതുണ്ട്. ഇതാണ് പാക്കറ്റ് വരുന്നത്. ഇങ്ങനെ 6 പീസാണ്. നമുക്ക് ഇഷ്ടം അനുസരിച്ച് എടുക്കാം കേട്ടോ. പിന്നെ വരുന്ന മറ്റേണിറ്റി പാഡാണ്. അമ്മയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ്. മറ്റേണിറ്റി പാഡ് വരുന്നത് നമുക്ക് ഇങ്ങനെയാണ് വരുന്നത്. ഫിക്സേറ്റർ എന്ന് പറയുന്നത് ന്യൂമാമിന്റെ ആണ് ഏറ്റവും ബെറ്റർ. ഇപ്പം ന്യൂമാമിന്റെ ഫിക്സേറ്റർ മാത്രമായിട്ട് വരുന്ന പാക്കറ്റാണ് ഇത്. 5 എണ്ണം വരുന്നതാണ് കേട്ടോ ഇത്. പിന്നെ വരുന്നത് 5 പാഡ് മാത്രം വരുന്ന പാക്കറ്റാണ് ഇത്. ഇത് വരുന്നത് 4 പാഡും ഒരു ഫിക്സേറ്ററോട് വരുന്നത്. ഇതാണ് ഹോസ്പിറ്റലിൽ ചോദിക്കുന്നത്. ഒരു പാഡും ഫിക്സേറ്റർ പാഡ് അറ്റാച്ച് ചെയ്യാനായിട്ടുള്ള ഡിസ്പോസിബിൾ പാന്റി ആണ് കേട്ടോ. ചിലർക്ക് അത് അറിയത്തില്ല. ഇതാണ് കേട്ടോ. ഇത് തിൻ ലെയർ ആയിട്ട് വരുന്ന പാന്റീസ് ആണ് കേട്ടോ. ഇതാണ് മസ്റ്റായിട്ടും ചോദിക്കുന്ന സാധനമാണ്. നമുക്ക് എന്തായാലും വേണം. പിന്നെ വരുന്ന നമ്മുടെ ചെറിയ ടവൽ പോലെ നമ്മുടെ സോഫ്റ്റ് റാറ്റിൽസ്. അപ്പൊ ഇത് പല കളേഴ്സിലുണ്ട്. കുഞ്ഞിന്റെ ബ്രെയിൻ ഡെവലപ്മെന്റിനും കുഞ്ഞിന് നമുക്ക് ഹിയറിംഗ് എങ്ങനെയാണ് നമുക്ക് ടെസ്റ്റ് ചെയ്യാനും കുഞ്ഞിന് മൊത്തത്തിലുള്ള ബ്രെയിൻ ഡെവലപ്മെന്റിന് നല്ലതാണ്. അതെ. അപ്പൊ കുഞ്ഞിനെ ഇണക്കാനായിട്ട് മസ്റ്റ് ആയിട്ട് ന്യൂബോൺ ആയിരിക്കും. അവരെ കൊടുക്കാൻ നമുക്ക് പേടിക്കാൻ ഫസ്റ്റ് ടൈം ഒരു ടോയ് പരിചയപ്പെടുത്താമെങ്കിൽ ഇതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഐറ്റം. കാരണം ദേഹത്തോണ്ടോ എനിക്ക് വായി വെച്ച ഒരു പ്രശ്നം ഉണ്ടാവില്ല. നമുക്ക് കഴി യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ വരുന്നത് ഗിഫ്റ്റ് സെറ്റ് വരുന്നുണ്ട്. ഇങ്ങനെ ഡ്രസ് സെറ്റ് വരുന്നുണ്ട്. ഗിഫ്റ്റ് സെറ്റ് എന്ന് പറയണ്ട കേട്ടോ. നമുക്കിപ്പോ ന്യൂ ബോണിന് സാധനം മേടിക്കുവാണെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ ഒരുമിച്ച് ഇപ്പൊ ഞാൻ ആ ഡ്രസ് കാണിച്ചില്ലേ, അതെ, ആ കമ്പനിയുടെ സെയിം ക്വാളിറ്റിയില് വരുന്നതാണ്. അതിനകത്ത് അപ്പൊ ആ സെയിം തന്നെ ക്യാപ്പ് ഉണ്ട്, മിറ്റം ബൂട്ടി ഉണ്ട്, ടവല് വരുന്നുണ്ട്. അതെ അതെ. അതുപോലെ തന്നെ വേണ്ട ഗിഫ്റ്റ് സെറ്റുകളാണ് ഇത്ര കേട്ടോ.
നമുക്ക് ഏറ്റവും മൂവിങ് ആയിട്ടുള്ള ഐറ്റം ആണ് ഇത്. അതിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപാരമാണ് കേട്ടോ. ഇതിനകത്ത് ഇതിന്റെ ക്വാളിറ്റി അടിപൊളിയാണ്. ഐറ്റംസ് ഇത്ര ഐറ്റംസ് വരും കേട്ടോ. 7 അല്ലേ, അല്ല 6 പീസ്. ഇതിനകത്ത് സ്ലീപ്പ് സ്യൂട്ട് വരും, വൺസി വരും, ക്യാപ്പ് വരും, ടവല് വരും, ബിബു വരും, മിറ്റൻ ബൂട്ടി വരും. ഇത്ര ഐറ്റം ഇതുണ്ടോ. ഇതിപ്പോ ഈ നെറ്റിനകത്തിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ. ഇതിന്റെ ക്വാളിറ്റി, ഡ്രസ് ക്വാളിറ്റി അപാരമാണ്. അടിപൊളി സാധനമാണ് കേട്ടോ. അവിടെ ഉണ്ട് കേട്ടോ. ഒരു ഗിഫ്റ്റ് സെറ്റിന്റെ കൂടെ കാണിച്ചതേ ഉള്ളൂ. നമുക്കിതൊരു ഓപ്ഷൻ ആണ്. ഇപ്പൊ എല്ലാരും മറ്റേണിറ്റി കിറ്റിനകത്ത് ഇതാണ് മേടിക്കുന്നത്. കാരണം കൂടുതൽ സാധനങ്ങളുണ്ട്, എല്ലാം ഒന്നിച്ച് കിട്ടുവാണല്ലോ. അതെ അതെ. പിന്നെ നമ്മള് നേരത്തെ ബേബി പ്രോഡക്റ്റുകൾ സെപ്പറേറ്റ് കാണിച്ചു. അതേപോലെ തന്നെ ഇപ്പൊ നമുക്ക് ഒരു ബ്രാൻഡിന്റെ തന്നെ ഒരുമിച്ച് ഇങ്ങനെ വാങ്ങിക്കുന്നുണ്ട്. ഇതിപ്പോ ചിക്കോടെയാണ്. ചിക്കോടെ എല്ലാ ബേബിക്കായിട്ടും ആവശ്യമുള്ള എല്ലാ ഐറ്റംസും വരുന്ന ഒരു ബോക്സ് ആണ് കേട്ടോ വരുന്നത്. പിന്നെ വരുന്ന ഹിമാലയയുടെ ചെറിയ ബോക്സ്. ഇത് തന്നെ വലിയ ബോക്സ് കുറച്ചൊരു ഐറ്റംസ് ആഡ് ഓൺ ചെയ്ത് വരുന്നത്. പിന്നെ വരുന്നത് സെബാമെഡിന്റെ ബോക്സ് അവർക്ക് ട്രാവൽ പാക്ക് ആയിട്ടാണ് വരുന്നത്. ഇതിലൂടെ ഈ പൗച്ച് ഫ്രീ ആണ് കേട്ടോ. ഇത്ര ഐറ്റംസ് വരുന്നുണ്ട്. ഇങ്ങനെ സെബാമെഡിന്റെ പ്രൊഡക്റ്റുകൾ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജെന്റൽ വാഷ്, ബോഡി ലോഷന്, ഷാമ്പൂ, ക്രീം, ഇത്ര ഐറ്റംസ് ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. ബേബി ക്യാഷ് ഇത്രയും ഗിഫ്റ്റ് സെറ്റ് ആയിട്ട് ഇത്ര ഐറ്റംസ്. ഗിഫ്റ്റ് സെറ്റ് എന്ന് വെച്ചാൽ നമുക്കിപ്പം കുഞ്ഞിന് ഇപ്പോൾ ഒരു സെറ്റ് ആയിട്ട് മേടിക്കുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ ലാഭം. പ്രൊഡക്ട്സ് മേടിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ലാഭം. പിന്നെ വേണ്ട ഐറ്റംസ് ആണ് അമ്മയ്ക്ക് വേണ്ട, ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷം വേണ്ടതാണ് നമ്മുടെ മറ്റേണ്ടി കോസറ്റ് ബെൽറ്റ്. ബെൽറ്റ് എന്തിനാ അല്ലെങ്കിൽ കോസറ്റ് ബെൽറ്റ് എന്താണെന്ന് ഒത്തിരി പേർക്കും അറിയത്തില്ല. പിന്നെ എല്ലാവരും തുണിയാണ് കെട്ടുന്നത്. അപ്പോൾ തുണി കെട്ടുന്ന അങ്ങനെ തന്നെ പറയുന്നവർക്ക് ഇത് കെട്ടുന്ന ടൈപ്പ് തന്നെ ബെൽറ്റാണ് കേട്ടോ വരുന്നത്. ബെൽറ്റോടുകൂടി വന്നിട്ട് നമുക്ക് ബാക്കിൽ നമ്മുടെ ഒരു ഇതിനനുസരിച്ച് നമുക്ക് കെട്ടി യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഇത് നമ്മുടെ ഹോസ്പിറ്റലിൽ ഏറ്റവും കൂടുതൽ പറയുന്നത്, ഈ ഹോസ്പിറ്റലുകാർ പറയുന്നത് ഇതാണ് കേട്ടോ. കാരണം ക്ലിങ്ങിൻ്റെത് ഭയങ്കര സപ്പോർട്ടീവാണ്. നമുക്ക് ബാക്ക് പെയിൻ ഭയങ്കരമായിട്ട് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. എനിക്ക് ബാക്ക് പെയിൻ എന്നല്ല, എനിക്കൊരു ബാക്കിന് നല്ല സപ്പോർട്ട് കിട്ടും. എനിക്ക് ബാക്ക് പെയിൻ വന്നിട്ടില്ലായിരുന്നു, ഇപ്പോൾ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ഇത്. നല്ല ഐറ്റം ആണ്. അപ്പോൾ ഇത് രണ്ടും മസ്റ്റ് ബൈ ആയിട്ട് വാങ്ങിക്കാനായിട്ട് അമ്മയ്ക്ക് ഡെലിവറിക്ക് ശേഷം വാങ്ങിക്കുന്നതാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ അടുത്ത വരുന്ന ഐറ്റം ആണ് മെഡിസിൻ ഡ്രോപ്പർ കേട്ടോ. കുഞ്ഞിന് നമുക്ക് മെഡിസിൻ ഒക്കെ കൊടുക്കാനായിട്ട് എളുപ്പത്തിൽ കൊടുക്കാൻ പറ്റിയ ഐറ്റം ആണ് മെഡിസിൻ ഡ്രോപ്പർ. നമ്മുടെ ഫില്ലർ പോലെ തന്നെ യൂസ് ചെയ്യാവുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ. കുറച്ചുകൂടെ എടുക്കാൻ വേണ്ടി നമുക്ക് പറ്റും. അതായത് ഫില്ലറിലേക്ക് ഇപ്പൊ 0.75 ഒക്കെ എടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. നമ്മൾ പ്രസ് ചെയ്ത് പാടാവും. അപ്പം അത് കുറച്ചുകൂടെ ഈസി ആയിരിക്കും ഇതിനകത്ത്. പിന്നെ വരുന്നതാണ് നമുക്ക് അമ്മയ്ക്കായിട്ട് ആവശ്യമായിട്ടുള്ള നിപ്പിൾ പുള്ളർ. ചിലർക്ക് നമ്മളിത് ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പം നിപ്പിൾസ് നമ്മൾ തുടക്കത്തിൽ തന്നെ നോക്കേണ്ടതാണ്. പ്രഗ്നൻസിയിലെ തുടക്കം ഒരു കാലം കൊണ്ട് തന്നെ നോക്കണം. നമ്മൾ ബ്രസ്റ്റ് എങ്ങനെയാണെന്ന് എക്സാമിൻ ചെയ്തിട്ട് നമ്മൾക്കത് കുറവാണെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് വാങ്ങിച്ച് ഡെലിവറിക്ക് ശേഷം നമ്മൾ നല്ലോണം പുള്ളി ചെയ്ത് കഴിയുമ്പോൾ നിപ്പിൾ ഔട്ട് നല്ല പുറത്തോട്ട് വരും. പെട്ടെന്ന് തന്നെ ബ്രസ്റ്റ് മിൽക്ക് കുഞ്ഞിന് പെട്ടെന്ന് തന്നെ ഡയറക്റ്റ്ലി കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും, പൊട്ടും, പിണ്ടി കയറും, പിന്നെ ബ്രസ്റ്റ് പമ്പൊക്കെ യൂസ് ചെയ്യേണ്ടി വരും, കുഞ്ഞിന് ഫീഡ് ചെയ്യാൻ പറ്റതാവും. അതിപ്പം നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യണം. ഡെലിവറി അടുത്തിരുന്ന ചേച്ചിമാരും അല്ലെങ്കിൽ പ്രഗ്നൻസിയിൽ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ ചേച്ചിമാരും സ്വയമേ ഒന്ന് എക്സാമിൻ ചെയ്യണം. നമ്മുടെ നിപ്പിൾസ് എങ്ങനെയാണ്, നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റുന്നതാണോ, കണ്ടീഷനാണോ നമ്മൾ നോക്കണം. ഇല്ലെങ്കിൽ നമ്മൾ മുതിർന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കണം. അപ്പം അവർക്ക് പറഞ്ഞു തരും. അല്ലെങ്കിൽ നമ്മളെ കാണിക്കാൻ ഡോക്ടറോട് സംസാരിച്ചാലും മതി, അവർ കാര്യങ്ങൾ പറഞ്ഞു തരും. എണ്ണയൊക്കെ വെച്ച് ഡെയിലി ഒന്ന് മസാജ് കൊടുക്കാൻ നേരത്തെ മസാജ് ചെയ്യുവാണെങ്കിൽ ബ്രസ്റ്റ് പമ്പ് ഇൻക്രീസ് ആയിക്കൊണ്ടേയിരിക്കും, കൂടിക്കൊണ്ടേയിരിക്കും കേട്ടോ. അപ്പോൾ അതാണ് അതിൻ്റെ യൂസ് വരുന്നത്. പിന്നെ വരുന്നത് നോസ് പുള്ളർ കേട്ടോ. ഇത് നമുക്ക് മൂക്കിലെ കുഞ്ഞിന്റെ അഴുക്കൊക്കെ എടുത്ത് കളയാൻ ഭയങ്കരമായിട്ട് ഓവറായിട്ട് ഭയങ്കര ഇതായിരിക്കും. നമുക്ക് പാടായി, കുഞ്ഞിന് മൂക്കടപ്പ് കൂടിക്കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാകും. അപ്പോൾ നമുക്ക് അഴുക്ക് പെട്ടെന്ന് എടുത്ത് കളയാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഐറ്റമാണ് കേട്ടോ നോസ് പുള്ളർ. പിന്നെ വരുന്നത് തെർമോമീറ്റർ. വീട്ടിൽ മസ്റ്റ് ബൈ ആയിട്ടുള്ള ഐറ്റം ആണ്. നമുക്കിത് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിന് മാത്രമല്ല, നമുക്ക് വീട്ടിലൊരാൾക്ക് ആർക്ക് പനി വന്നാലും നമുക്ക് വീട്ടിൽ തന്നെ നോക്കാൻ വേണ്ടി പറ്റും. ഇതൊരു 100 മേളിൽ പോയിട്ടുണ്ട്, നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട ആവശ്യം വരുന്നുള്ളൂ. നമുക്ക് പെട്ടെന്ന് ഒരു പനി വരുമ്പോൾ നമ്മൾ പേടിക്കാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ നമുക്ക് നോക്കാൻ പറ്റിയ ഐറ്റം ആണ് നമ്മുടെ തെർമോമീറ്റർ. എല്ലാവർക്കും അറിയാം, ഇനി ഞാൻ പറയുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ ഫീഡിംഗ് ബോട്ടിൽ വരുന്നുണ്ട്. സ്റ്റീലിൻ്റെ ന്യൂബോണിൻ്റെ ഫീഡിംഗ് ബോട്ടിലാണ് കേട്ടോ. സ്റ്റീലിൻ്റെ മാത്രമല്ല, നമുക്ക് അവന്റിൻ്റെ അല്ലാതെ വേറെ ബ്രാൻഡിൻ്റെ ഒക്കെ ഫീഡിംഗ് ബോട്ടിൽസ് ഉണ്ട്. നമുക്ക് മുന്നോട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതാണ്. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് നെറ്റ് ബെഡ് ആണ് കേട്ടോ. നെറ്റ് ബെഡ് കുറേ കൂടെ ഉണ്ട്. നമ്മൾ എല്ലാം കൂടെ എടുത്ത് വെക്കൽ പാടാണ്. അതുകൊണ്ടാണ് ഓരോ ക്വാളിറ്റിയിലുള്ളത്. പലർക്കും ഡൗട്ട് ഉണ്ട് നമുക്ക് ഏതൊക്കെ പല റേറ്റ്സിലുള്ളത്. നമുക്ക് ഈ ഏറ്റവും ഫസ്റ്റ് ഇരിക്കുന്നത് നമ്മുടെ ഏറ്റവും പ്രീമിയം ക്വാളിറ്റിയിലുള്ള, അതായത് ഇതിന്റെ ഇതുണ്ട്, ഇതിന്റെ സ്റ്റിച്ചിങ്ങും 3 ലെയർ അല്ലേ, 3 ലെയർ ആണ്. പിന്നെ ഡോക്ടർ പ്രിസ്ക്രൈബ്ഡ് ബ്രാൻഡ് കൂടെയാണ് കേട്ടോ. അതാ കണ്ട,
അലർജി ഫ്രീ, ഡസ്റ്റ് ഫ്രീ, ഡോക്ടർ പ്രിസ്ക്രൈബ്ഡ് റെക്കമെൻഡഡ് ആണ് കേട്ടോ. അപ്പം മുഖയുടെ പുറത്ത് വരികയോ അല്ലെങ്കിൽ ബേബിക്ക് അലർജിക്ക് ഒന്നും ഇല്ല കേട്ടോ. പ്യൂർ കോട്ടൺ തന്നെയാണ് വരുന്നത് കേട്ടോ. അതെ, അപ്പോൾ നമുക്കിപ്പോൾ ഏറ്റവും മൂവിങ് ആയിട്ടുള്ള പ്രീമിയം ബെഡ് ആണ് കേട്ടോ ഇത് നമുക്ക് കോംബോ ആയിട്ടാണ് ഇത് ഈ ബ്ലൂവിൻ്റെ കൂടെ തന്നെ ഉള്ളതാണ്. അതിന്റെ ക്യാരിയറും അതിന്റെ ബാസ്ക്കറ്റും അത് മൂന്നും ഒരുമിച്ച് മാത്രമാണ് സെയിൽ ചെയ്യുന്നത്. ഈ പ്രീമിയം മാത്രം. ബാക്കി അതുപോലെ തന്നെ ഈ സെറ്റ് ആയിട്ട് വരുന്നതും അങ്ങനെ തന്നെ കൊടുക്കുന്നത്. അല്ലാതെ നമ്മൾ സെപ്പറേറ്റ് സെയിൽ ചെയ്യുന്ന ഐറ്റംസ് നമ്മൾ കാണിച്ചു തരാം. ബെഡും ക്യാരിയറും തന്നെ എടുക്കുന്നത് പല റേറ്റ് കുറഞ്ഞത് വരുന്നത് നമുക്ക് അങ്ങനെ സെയിൽ ചെയ്യാം. ഇപ്പൊ ഇതിന് ഗ്രീനും ഉണ്ട്, ഗ്രീനിന്റെ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട് അതിന്റെ ഇത് കേട്ടോ. അതുപോലെ തന്നെ അതിന്റെ ബാസ്ക്കറ്റും താഴെ ഇരിപ്പുണ്ട് കേട്ടോ. ബാസ്ക്കറ്റ് ഒന്നും നമ്മൾ സെപ്പറേറ്റ് എടുത്ത് ഇനി കാണിക്കുന്നില്ല, കാരണം നിങ്ങൾക്ക് അറിയാമല്ലോ എന്ത് സാധനം. അപ്പോൾ അതിൻ്റെ വേണ്ട ഈ ഒരു പിങ്ക് കേട്ടോ. ഇതൊരു പിങ്ക് ഒരു ഇത് നേരിട്ട് കാണുമ്പോൾ കറക്റ്റ് പിങ്ക് ആണ് കേട്ടോ. അപ്പോൾ ഇതിനകത്തൂടെ കാണുമ്പോൾ ഏതാ കളറെന്ന് എനിക്ക് അറിയത്തില്ല. നേരിട്ട് കാണുമ്പോൾ ഇത് പിങ്ക് ആണ് കേട്ടോ കളറ്. അപ്പോൾ ഇത്രയാണ് പ്രീമിയം ബെഡ്സ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തൊട്ട് താഴെ ലെവലിൽ വരുന്ന ഐറ്റമാണ് മോഗോടെ. അതുപോലെ തന്നെ ബാസ്ക്കറ്റ്, ക്യാരിയർ, ഈ മൂന്നും കൂടെ വരുന്ന കോംബോ ആണ് കേട്ടോ. സെയിം. അതെ. പിന്നെ അതുപോലെ തന്നെ വരുന്നതാണ് ഈ ഗ്രീൻ കളർ. ഗ്രീനിന്റെ ഇതാണ്ട് ഗ്രീനിന്റെ ഇതിരിക്കുന്നത് കേട്ടോ. പക്ഷെ ഗ്രീനിന് ബാസ്ക്കറ്റ് ഇല്ല. അതെ. പിന്നെ വരുന്നത് ഈ കളർ വരുന്നുണ്ട്, ക്രോസും മെറൂൺ കളറിൽ. അതിന്റെ സെറ്റ് ആണ് അത് മൂന്നും. കാരിയർ അതിന്റെ ബാസ്ക്കറ്റ്. പിന്നെ ആ പിങ്ക് വരുന്നത് സെയിം അങ്ങനെ ഒരു കോംബോ ആണ്. ഇത്ര ഒരു കോംബോ ആണ് കേട്ടോ. പിന്നെ ആ റേറ്റിൽ തന്നെയുള്ള അതിന്റെ സ്റ്റാർ പ്രിന്റ് ആണ് കേട്ടോ അത്. പിന്നെ കുറഞ്ഞ ബെഡാണ്, നിങ്ങൾ പലരും ചോദിക്കാറുണ്ട് കുറഞ്ഞ ബെഡ്. അത് കുറഞ്ഞ ബെഡാണ് കേട്ടോ. 583 രൂപയുടെ ബെഡാണ്. പക്ഷേ എന്നാ പ്രശ്നം എന്ന് വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ അത് താഴ്ന്നു പോകും. പിന്നെ ഇതിനകത്ത് പഞ്ഞി ഇത് പുറത്ത് വരും, ഇതാവും. അപ്പൊ നമ്മളിപ്പോ ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൊണ്ട് സ്റ്റോപ്പ് നിൽക്കാം. നമുക്ക് 2-3 ബെഡും കൂടെ ഉള്ളൂ. നമ്മൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് സെയിൽ ചെയ്യും. കാരണം നമുക്ക് ഏറ്റവും ബെറ്റർ, കാരണം നമ്മൾ ഏറ്റവും ബെറ്റർ കൊടുക്കണം. നമ്മൾ നമ്മുടെ പിള്ളേർക്ക് കൊടുക്കുന്നത് തന്നെയാണ് എല്ലാ പുറത്തോട്ട് ആർക്ക് കൊടുത്താലും. അപ്പൊ അങ്ങനെ നമ്മൾ ഏറ്റവും ബെറ്റർ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അതുകൊണ്ട് നമ്മളിത് 583 ഏറ്റവും കുറഞ്ഞ ബെഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. 583 കഴിഞ്ഞിട്ട് 790 വരുമ്പോ അത്യാവശ്യം നല്ല ബെഡ് തന്നെയാണ്. സാനിപ്പോളോടെ നല്ല ബെഡ് തന്നെയാണ് കേട്ടോ. അതിന്റെ ലാർജ് വരുമ്പോഴത്തേക്കും 940 ആ ഒരു റേഞ്ചിലോട്ടൊക്കെ വരും കേട്ടോ. ഇതാണ്ടേ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോരോ റേറ്റിലാണ് ബാക്കി ബെഡുകൾ വരുന്നത് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ഐറ്റം പരിചയപ്പെടുത്താവേ. ബാസ്ക്കറ്റും ക്യാരിയേഴ്സും ഒന്നും സെപ്പറേറ്റ് എടുത്ത് കാണിക്കാതെയാണ് കേട്ടോ. കാരണം ആ ഒരു നിങ്ങളിപ്പോൾ കണ്ടല്ലോ, നെറ്റ് ബെഡ് കണ്ടല്ലോ, ആ ഒരു രീതിയിലുള്ളത് തന്നെയാണ്. അതിനോട് കോംബോ ആയിട്ടും ഉണ്ട്. ഇതൊക്കെ ഇതെല്ലാം ഇത്തിരി പ്രീമിയം ആയിട്ടുള്ള ക്യാരിയേഴ്സ് മാത്രമാണ് കേട്ടോ. അതായത് സെപ്പറേറ്റ് വാങ്ങിക്കാം, അല്ലെങ്കിൽ അത് മാത്രം വാങ്ങിക്കാം. അതെ. പിന്നെ ഫീഡിങ് പില്ലോ ഉണ്ട് കേട്ടോ. ഇത് കറക്റ്റ് കംഫർട്ടബിൾ ഫീഡിങ് പില്ലോ ആണ്. ഇതാണ്ട് നമ്മൾ മുമ്പേ ബ്ലൂ കണ്ടില്ലേ, ആ ഒരു ബാസ്ക്കറ്റും കോംബോ അതിൻ്റെ കൂടെ തന്നെ ഈ പിങ്കിൻ്റെ കൂടെ തന്നെ ചെയ്യുന്ന ടൈപ്പ് സെയിം ഫീഡിങ് പില്ലോ ആണ് കേട്ടോ. ഫീഡിങ് പില്ലോ അത്യാവശ്യം മസ്റ്റായിട്ട് വരുന്ന ഒരു സാധനമാണ് കേട്ടോ. ബാസ്ക്കറ്റൊക്കെ ഇവിടെയൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇരിപ്പുണ്ട്. കുറേ ബാസ്ക്കറ്റ്സ് ഇരിപ്പുണ്ട്, അവിടെ എല്ലാം ഇരിപ്പുണ്ട് കേട്ടോ. ബാസ്ക്കറ്റ്സും ഓരോ ക്വാളിറ്റിയിലാണ് വരുന്നത്. ഇത് കുറഞ്ഞതെന്നല്ല, സാറ്റേണിൽ വരുന്നതാണ് ഇത് കേട്ടോ. അത്യാവശ്യം പ്രീമിയം സാധനം തന്നെയാണ്. അത് കഴിഞ്ഞ് ഏറ്റവും പ്രീമിയം വരുന്നതാണ് നമ്മുടെ ആ മോഗോടെ ആ ഒരു ഇത് കേട്ടോ. അതെ. അപ്പൊ നമുക്കിനി ക്രാഡിൽസിലോട്ട് വരാം കേട്ടോ. നമുക്ക് കുഞ്ഞുങ്ങൾക്ക് അതെ ക്രാഡിൽസ്. അപ്പം ഇത് ഈ ഒരു ടൈപ്പ് വരുന്നത് ഇതിങ്ങനെ ഓവൽ ടൈപ്പാണ്. നമ്മൾ കുഞ്ഞ് എവിടുന്ന് ഇങ്ങനെ കിടന്നാൽ എവിടുന്ന് വേണമെങ്കിലും നമുക്ക് കാണാം കേട്ടോ. അതായത് നമ്മുടെ പണ്ടത്തെ ആ ഒരു ആരോഗ്യം തൊട്ടിൽ പോയത് നേരെ ഓവലായിട്ട് ഷേപ്പിൽ വരുന്നതാണ്. ഇതിപ്പോൾ കൂടുതൽ ആളുകൾ മേടിക്കുന്നുണ്ട്, കുറച്ചുകൂടെ കംഫർട്ടാണ് കേട്ടോ. അപ്പം ഇത് നല്ല പ്രീമിയം സാധനമാണേ. ബെഡോടുകൂടി വരുന്നതാണ്. അതെ. പിന്നെ ഇതും ബെഡ് അറ്റാച്ച് വരുന്ന തന്നെ ക്രാഡിൽ സെറ്റ് ആണ്. ഓവൽ ഷേപ്പിലായിട്ട് കിടക്കുന്നത്, ഇതായിട്ട് കിടക്കുന്നത് തന്നെ കേട്ടോ. ഇതും സിബും ആയിട്ട് നമുക്ക് ഫുൾ കവർ ചെയ്യുന്ന നെറ്റും ഹാങ്ങറും സിബും എല്ലാം സ്പ്രിങ്ങും എല്ലായിട്ട് വരുന്ന സെറ്റാണ് കേട്ടോ. അതിന്റെ ആ തുണിയും അടിച്ചു തുണി ഇതിനകത്ത് ഇത്ര ഐറ്റംസ് ഉണ്ട്. കോട്ടൺ നെറ്റ് ഉണ്ട്, സോഫ്റ്റ് ആൻഡ് നോൺ അലർജിക് ആണ് സംഭവമൊക്കെ. ഇതാണ് മോസ്കിറ്റോ നെറ്റ് ഉണ്ട്, ഡബിൾ സൈഡ് സിപ്പ് ഉണ്ട്. പിന്നെ നമുക്ക് കൂടുതൽ കാണാം കുഞ്ഞിനെ കേട്ടോ. അതൊക്കെയാണ് അതിൻ്റെ ഒരു പ്രത്യേകതകൾ കേട്ടോ. പിന്നെ കെമിക്കൽസ് ഒന്നും ഇതിനകത്തില്ല, അലർജി ഫ്രീ ആണ്. പിന്നെ നമ്മുടെ വരുന്നത് ബ്രൻസൈഡ് സെറ്റ് ആണ്. ഇതാണ് നമ്മൾ കൂടുതലും ഇത് ചെയ്യുന്നത്. ഇത് കൂടുതലും എല്ലാരും ഷോപ്പിൽ ഇതെന്താണ് സംഭവം, ഇത് ബെഡ് അറ്റാച്ച്ഡ് ആണ്. ഇത് ബെഡ് അല്ല, നോർമൽ അടിച്ചു വരുന്ന കോട്ടണിൽ വരുന്ന തുണി.
പിന്നെ അതിന്റെ ഹാങ്ങർ, പിന്നെ റോപ്പ്, അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് നെറ്റാണ് ഇത് ഫുള്ള്. അപ്പൊ ഇതിൻ്റെ കൂടെ തുണിയും റോപ്പും അതുപോലെ തന്നെ ഹാങ്ങറും നെറ്റുമാണ് വരുന്നത് കേട്ടോ. സിബ് ഇട്ട് ഫുൾ അറ്റാച്ച് അടിയിൽ വരെ നമുക്ക് സേഫ് ആയിട്ട് കുഞ്ഞിനെ ഇത് ഈ മെറ്റീരിയൽ വാഷ് ചെയ്ത് യൂസ് ചെയ്യണം കേട്ടോ. ഇതിൽ നിന്ന് വലിയ റേറ്റ് വ്യത്യാസമൊന്നും ഇല്ല ഇതിനും. അതായത് 100, 300, 400 രൂപയുടെ വ്യത്യാസമാണ് അല്ലേ? ആ വ്യത്യാസമുണ്ട്. അപ്പൊ അതിന്റെ കൂടെ നല്ല ബെഡ് കൂടെ അറ്റാച്ച്ഡ് ആയിരിക്കും ഇതിന്റെ വരും കേട്ടോ. അത് തന്നെ അങ്ങനെ ഒരു അരിരത്തിന് തന്നെ ബെഡോട് വരുന്ന ഒരു പിങ്ക് കൂടെ ഉണ്ട് കേട്ടോ. അതെ. അപ്പൊ ഇനി നമുക്ക് അടുത്ത പരിചയപ്പെടണം മദർ ബാഗാണ് കേട്ടോ. മദർ ബാഗ് വേറെ ഇന്നാളൊക്കെ കുറെ വെറൈറ്റീസ് ഒക്കെ കാണിച്ചു, അതൊക്കെ അവിടേക്ക് ഇരിപ്പുണ്ട്. അപ്പം ഇത് പുതിയ വന്ന വെറൈറ്റി ആണ് കേട്ടോ. വെറൈറ്റി പലതിനകത്തും പലതും പോയി. പിന്നെ എപ്പോഴും കാണിക്കുന്ന വെറൈറ്റി നമ്മൾ എടുത്ത് കാണിച്ചില്ലായിരുന്നു. പുതിയ വന്ന മോഡലാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ. അതിന് 3 കളേഴ്സ് ആണ് വരുന്നത്. പിങ്കും ലൈറ്റ് പിങ്കും പിന്നെ ബ്ലൂവും ഒരു പിസ്ത ഗ്രീൻ കളർ കേട്ടോ. അതൊരു കുഞ്ഞി ടെഡി ബിയറൊക്കെ ഉണ്ട് കേട്ടോ. ഇതും അതുപോലെ തന്നെയാണ് കേട്ടോ. നമുക്ക് കുഞ്ഞിന്റെ ഐറ്റംസ് എല്ലാം വെക്കാനുള്ള റോസ് കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഇങ്ങോട്ട് തുറക്കും. ഇങ്ങനെ ഒരു കുഞ്ഞ് ഡ്രോ ഉണ്ട്. അതുപോലെ ഇത് ഓപ്പൺ ആണ്. ഓപ്പൺ ആണ്. ഇനി അകത്തത് കാണിച്ചു തരാം. ഇവിടെ ബോട്ടിൽസ് ഒക്കെ വെക്കാനുള്ള സെറ്റപ്പ് ഉണ്ടായിരുന്നു. ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ. ഇതാണ് ഇത് വാമായിട്ട് ഇത് ഇവിടെ ബോട്ടിൽസ് ഒക്കെ കേട്ടോ വെക്കാൻ വേണ്ടി ഇതിനകത്ത് മറ്റേ കോട്ടിങ് വരുന്നുണ്ട് കേട്ടോ. ഇവിടെ പിന്നെ ഒരു പാമ്പർ ഒക്കെ വെക്കാൻ വേണ്ടിട്ട് നമുക്ക് പറ്റും കേട്ടോ. ഒരു കുഞ്ഞു പാമ്പറൊക്കെ മടക്കി നമുക്ക് വെക്കാൻ വേണ്ടി പറ്റും. ഇതിങ്ങനെയാണ് വരുന്നത് കേട്ടോ ഈ ബാഗ്. പിന്നെ നമ്മൾ വേറെ വെറൈറ്റീസ് ഉണ്ട്. പിന്നെ വരുന്നത് നമ്മുടെ സൈഡ് ബാഗ്, നമ്മുടെ ഡൈപ്പർ ബാഗ് എന്ന് പറയും. ഡൈപ്പർ ബാഗ് കുഞ്ഞിന്റെ എല്ലാ സാധനവും ഫുൾ നമുക്ക് പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റുന്ന ഡ്രസ്സും നമ്മുടെ ഐറ്റംസും എല്ലാം ആയിട്ട് അമ്മയ്ക്കും കുഞ്ഞിനും വേണ്ടിയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ബാഗാണ് ഡൈപ്പർ ബാഗ്. ഇങ്ങനെ വരും കേട്ടോ. 2 ഓറയാണ് വരുന്നത്. ഇതിനകത്ത് അത്യാവശ്യം നല്ല സാധനം നല്ലതായിരിക്കും. നമുക്ക് ഫയൽസ് വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ ചെയ്യാം. പിന്നെ ബ്ലൂവും ഹാഷും പല കളേഴ്സും വരും കേട്ടോ. ഇങ്ങനെ അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കും, ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. പിന്നീട് ഇങ്ങനെ കാണൂല. അപ്പൊ എല്ലാരും എന്താ ചെയ്യുന്ന വെച്ചാൽ നേരത്തെ തന്നെ വാങ്ങി വെക്കും. ഇത് പോകുന്ന ടെൻഡൻസി. ശരിക്കും അത് നല്ലതാണ്, പോകും. കാരണം കാലം മാറുന്നതനുസരിച്ച് പുതിയ ഐറ്റംസ് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും, മാറും. അപ്പൊ നമുക്ക് പിന്നെ വരുന്ന ഐറ്റംസ് ആണ്. നമ്മളിപ്പോ ടവൽസ് വാങ്ങിക്കുന്നൊപ്പം തന്നെ നമുക്ക് ഒരു ടവല് പോരാ. ഒരു കുഞ്ഞിനോ ടവല് പോരാ. നമുക്ക് പുറത്ത് വാഷ് ചെയ്യുന്നതനുസരിച്ചും കുഞ്ഞിനെ എപ്പോഴും പൊഞ്ഞു കിടക്കുന്നതാണ് നമുക്ക് ടവൽസ് ആവശ്യമാണ്. അപ്പൊ കുറച്ചുകൂടെ പ്രീമിയമിൽ വരുന്ന ബ്ലാങ്കറ്റ് ടൈപ്പ് ടവൽസ് ആണ് വരുന്നത്. സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ. എങ്ങനെ അറിയിക്കണം നമുക്ക് അറിയത്തില്ല. കാരണം ഇത് വാങ്ങിച്ചവർക്ക് അറിയാം, പിന്നെ ഷോപ്പിലൊന്ന് കണ്ട് വാങ്ങിക്കുന്നവർക്കും അറിയാം. അത്രയും ക്വാളിറ്റിയിൽ വരുന്നതാണ്. അപ്പം ഇത് ഒരു കളർ വരുന്നതിന്റെ അതിന്റെ പിങ്ക് ഉണ്ട്. ഈ 3 കളേഴ്സ് ആണ് വരുന്നത് കേട്ടോ. പിന്നെ ഒരു ലൈറ്റ് ഒരു സ്കിൻ കളർ. ഇത് മേടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ സൈസിലുള്ളത് കിട്ടുമെന്ന് നമ്മൾ ആലോചിക്കാം. അതുപോലത്തെ സാധനം തന്നെ കേട്ടോ. അതെ. പിന്നെ വരുന്നത് ബേബി റാപ്പർ തന്നെയാണ് കേട്ടോ. എല്ലാ റാപ്പേഴ്സ് ആണ്. കുഞ്ഞിനെ റാപ്പ് ചെയ്ത് പിടിക്കുന്ന, ഹോൾഡ് ചെയ്ത് പിടിക്കുന്ന റാപ്പേഴ്സ് ആണ്. നമ്മളിപ്പം ബേബി കാരിയർ പോലെ തന്നെ റാപ്പ് ചെയ്ത് പിടിക്കാൻ പറ്റുന്ന ഒരു റാപ്പറാണ് കേട്ടോ. ഇത് തന്നെ ഫുൾ കാലും കൈയും കൂടെ കാല് കയറ്റിട്ടിട്ട് റാപ്പ് ചെയ്ത് വെക്കുന്ന ടൈപ്പ് ഉണ്ട് കേട്ടോ. ഇത് അതിന്റെ കളർ ചേഞ്ചസ് ആണ്. ഞാൻ അതിന്റെ ഒരു വലുത് അന്വേഷിച്ച് നടക്കുവാണ്. കിട്ടിയില്ല. ഇത് ലൈറ്റ് പിങ്ക് ഒക്കെ ഉണ്ട്. നല്ല ക്യൂട്ടാണ് കേട്ടോ. നൈറ്റ് വന്നറിയോ കേട്ടോ. ആർക്കെങ്കിലും വേണമെങ്കിൽ മറ്റേ ടിക്കറ്റിന്റെ കൂടെ ആഡ് ചെയ്യാം കേട്ടോ. നമ്മൾ കിറ്റിൽ അങ്ങനെ വെച്ചിട്ടില്ല. കാരണം അങ്ങനെ എല്ലാവരും മേടിക്കും. അതായത് കിറ്റിൽ അങ്ങനെ അത്യാവശ്യം എസെൻഷ്യൽ ആയിട്ടുള്ള സാധനങ്ങളെല്ലാം വെച്ചേക്കണേ. നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഇത് കുഞ്ഞിന് വേണ്ടി ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മുടെ കിറ്റിൽ ഇതുവരെ ആരും മേടിക്കാതെ ഏറ്റവും ഉപകാരപ്പെട്ട ഒരു സാധനമാണ് ശരിക്കും പറഞ്ഞാൽ വേണ്ട ഈ ഐറ്റം കേട്ടോ. ഇത് കുഞ്ഞിന്റെ ഡ്രസ്സ്. ഇപ്പൊ വെള്ളത്തുണി നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്ന വെള്ളത്തുണി ആയിരിക്കുമല്ലോ. അപ്പൊ അതെല്ലാം ഒരു അഴയില് നമുക്ക് ക്ലിപ്പ് ചെയ്തിട്ട് ഇടാൻ പറ്റും. കുഞ്ഞിന്റെ തുണികൾ എപ്പോഴും ത്രികോണേ ഉള്ളൂ, കുഞ്ഞു തുണികൾ. നമ്മളത് ക്ലിപ്പ് ചെയ്ത് ഓരോ ക്ലിപ്പ് ചെയ്തിട്ട് കാറ്റൊഴിച്ചാലും പറഞ്ഞു പോവും. അങ്ങനെ ഇത് ചെയ്ത് പോവും. ഇതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാറ്റ് തരാം. ഇത് നമ്മുടെ വീട്ടില് 2 എണ്ണം ഉണ്ട് കേട്ടോ. കാരണം ഏറ്റവും ഒരെണ്ണം നമ്മുടെ അണ്ടർ ഗാർമെന്റ്സും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണക്കാനായിട്ട് ഈസി ആയിട്ടുള്ള ഒരു ഇതാണ്. അഴയിലോട്ട് ഇട്ടാൽ നമുക്ക് സൗകര്യമൊക്കെ കുറവുള്ളവർക്ക് അങ്ങനെ ഇടാം കേട്ടോ. കുഞ്ഞുങ്ങളുടെ വെള്ളത്തുണി ഇത്
അല്ലേ? നമുക്ക് ഇത്തിരി വലുതാന്ന് തോന്നല്ലേ നമ്മുടെ ടൈപ്പ്? അല്ല, ഇതിങ്ങനെ ഇത് തന്നെ ഇതിന്റെ ഇതാണ് കേട്ടോ. ഇങ്ങോട്ട് ഇതിപ്പം അതിനകത്ത് കടുപ്പിച്ച് വെച്ചേക്കുന്നത്. ഇത് ഫ്രണ്ട് ഇവിടുന്ന് ഇങ്ങോട്ട് ഇത് 4 സൈഡിൽ നിന്നും ഇങ്ങനെ ഈ ഹുക്ക് ഇത് കണ്ടോ, ഈ കൊളുത്ത് കൊടുത്തിട്ട് മേളത്തെ ഹുക്കാണ് കേട്ടോ. ഇതിപ്പോ പുത്തനല്ലേ, അതിനകത്ത് അടിച്ചത് വെച്ചേക്കുന്നതാണ് കേട്ടോ. ഇത് മേളിൽ നിന്ന് ഇങ്ങനെ വരും, ഇങ്ങനെ തൂക്കിയിടാം. ഇതിനകത്ത് 3 5 വെച്ചിട്ടൊക്കെ ക്ലിപ്പ് ചെയ്തിടാം. നമ്മൾ അങ്ങോട്ട് ഉപയോഗിക്കുന്നതാണ് കേട്ടോ. ഇപ്പോഴും പോത്തുമില്ല, പെട്ടെന്നൊന്നും പോത്തൊന്നുമില്ല. പെട്ടെന്ന് നമുക്ക് എടുത്തോണ്ട് പോകാനായിട്ടും പറ്റും. ഇപ്പൊ ഒരു മഴ പെയ്താലോ ഇത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് കൊണ്ടുവന്ന് ഇത് ചെയ്യാൻ വേറെ കളേഴ്സ് ഒക്കെ അവിടെ കിടപ്പുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ മറ്റേണിറ്റി കിറ്റില് ഇത്ര ഐറ്റംസ് ആണ്. ഇനി ഇതിനകത്ത് ആഡ് ചെയ്യാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് അറിയത്തില്ല സത്യം പറഞ്ഞ. കാരണം ഒരുപാട് സാധനം ഉള്ളതുകൊണ്ട് നമുക്കും ഇടയ്ക്ക് ഏതെങ്കിലും ഒരെണ്ണം വിട്ടുപോയിട്ടുണ്ടോ എന്ന് സത്യം പറഞ്ഞാൽ അറിയത്തില്ല. എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കില്ല കേട്ടോ. കാരണം അറിയാവുന്നവർ കമന്റ് ചെയ്യാൻ മറക്കില്ല. ഏകദേശം എല്ലാ ഐറ്റംസും പരിചയപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ ഐറ്റംസ് കവർ ചെയ്തിട്ടുണ്ട്. കാരണം അതിൽ കൂടുതൽ നമ്മുടെ മറ്റേ ആഡ് ചെയ്യുന്ന കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഇന്ന് ഇപ്രാവശ്യം കാണിച്ചിട്ടുണ്ടെന്നാണ്. അതെ. അപ്പൊ ഇനിയും ഒരുപാട് ഐറ്റംസ് ഉണ്ട്. സ്പൂൺസ്, അങ്ങനെയൊക്കെ നെയിൽ കട്ടേഴ്സ്. ബേബിക്ക് ഒരു ന്യൂബോൺ ആവശ്യമായിട്ടുള്ള കാണിച്ചു. മുന്നോട്ട് ഇപ്പൊ 6 മാസം കഴിയുമ്പോൾ ഫുഡ് കൊടുക്കാൻ തുടങ്ങും. അപ്പൊ ആവശ്യമായിട്ടുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട് കേട്ടോ. ഒത്തിരി ഐറ്റംസ് വരുന്നുണ്ട്. കുഞ്ഞുങ്ങളുടെ സാധനം ക്ലെൻസർ ഉപയോഗിച്ച് വാഷ് ചെയ്യുന്നത്, ക്ലെൻസേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതെ, അപ്പൊ എല്ലാ ഐറ്റംസും ഉണ്ട്. അപ്പൊ നിങ്ങള് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫാമിലിയിലുണ്ടെങ്കിൽ ഗർഭിണികളുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് വലിയ ഉപകാരമായി തീരും. നമ്മുടെ ഇവിടുന്ന് ഓർഡർ എടുക്കുക മാത്രമല്ല, അവർക്ക് എന്തൊക്കെ മേടിക്കണം എന്നുള്ള ഒരു ഐഡിയോ കാര്യങ്ങളോ കിട്ടും. അപ്പം അത് അവർക്ക് ഉപകാരപ്രദമായി തീരും. ആ കൂട്ടത്തിൽ നമുക്ക് ഓർഡർ കിട്ടുവാണെങ്കിൽ അതും നല്ല കാര്യം. അപ്പം നമ്മുടെ നമ്പേഴ്സും കാര്യങ്ങളും എല്ലാം എങ്ങനെയാണ് ഓർഡർ തരേണ്ടതെന്നുള്ള നമ്മുടെ വാട്സാപ്പ് നമ്പർ, നമ്മുടെ ഒഫീഷ്യൽ നമ്മൾ പല റേഞ്ചിൽ കിറ്റുകളുണ്ട്. അപ്പൊ സ്റ്റാർട്ടിങ് ഒരു 7K തൊട്ട് 699 തൊട്ട് സ്റ്റാർട്ടിങ് കിറ്റുകൾ വരുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ അനുസരിച്ച് ബജറ്റിനനുസരിച്ച് നമുക്ക് വാങ്ങിക്കാൻ വേണ്ടിട്ട്. ഇതിനകത്ത് 1 or 2 ഐറ്റംസ് ആണെങ്കിലും നമ്മൾ അയച്ചു തരും കേട്ടോ. നമ്മൾ എപ്പോഴും അയക്കുന്നുണ്ട്. അങ്ങനെ കഴിഞ്ഞ ദിവസം ഉൾപ്പെടെ നമ്മൾ ലാസ്റ്റ് അയച്ചതാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെ. ഓൾ ഇന്ത്യ എവിടെയാണെങ്കിലും ഹോം ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ. അപ്പം നിങ്ങൾ പറയുക, ഡെലിവറി ചാർജ് ആവും, അത് മാത്രമേ ഉള്ളൂ. ബാക്കി വലിയ ഡെലിവറി ചാർജോ കാര്യങ്ങളൊന്നും ആവത്തില്ല. അതെ. അപ്പോൾ ആ ഒരു രീതിയിലാണ് കാര്യങ്ങൾ കേട്ടോ. അപ്പം ഓർഡേഴ്സ് അയക്കേണ്ട നമ്പർ 62 35 68 79 61. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ടാറ്റ കേട്ടോ. പുതിയ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.